ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ മാത്സിന്റെ റിവിഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഈ മൂന്ന് ടോപ്പിക്കാണ്: പ്രോഫിറ്റ് ആൻഡ് ലോസ്, പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ്, അതുപോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പെട്ടെന്ന് നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാം. അതുപോലെ നമുക്ക് ഒരു 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ആദ്യം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, കോസ്റ്റ് പ്രൈസ്. അപ്പൊ എന്താണ് കോസ്റ്റ് പ്രൈസ്? നമ്മളൊരു സാധനം വാങ്ങുന്ന ആ പ്രൈസിനെയാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയാം. ക്ലിയർ? അപ്പൊ നമ്മൾ അതിന്റെ വാങ്ങുന്ന പ്രൈസ് അല്ല, അതായത് ഒരു സാധനത്തിന് ആക്ച്വൽ പ്രൈസ്, അതിന്റെ ആക്ച്വൽ പ്രൈസ് ആണ് കോസ്റ്റ് പ്രൈസ്. അതുപോലെ നമ്മൾ വാങ്ങുന്ന പ്രൈസ് അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്ന പ്രൈസ്. ക്ലിയർ? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു പേന ഒരു ഷോപ്പിൽ ഒരു ഷോപ്പിൽ അയാൾക്ക് എത്ര രൂപക്ക് കിട്ടുക? 5 രൂപ കിട്ടുമെന്ന് വിചാരിക്കാം. ക്ലിയർ? അയാൾ ഈ പേന ഒരു 10 രൂപയ്ക്ക് വിൽക്കുന്നു. ഈ പേന 10 രൂപക്ക് സെല്ല് ചെയ്യുന്നു. സോ ഇത് സെല്ലിംഗ് പ്രൈസും അയാൾക്ക് എത്ര രൂപക്കാണ് കിട്ടുന്നത്, അത് കോസ്റ്റ് പ്രൈസും ആണ്. സോ ഇതിന്റെ ബേസിക് കാര്യങ്ങളാണ്, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇനി പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിനെക്കാളും കൂടുതൽ പ്രൈസിൽ നമ്മൾ സെല്ല് ചെയ്താൽ, അതായത് കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസിനെക്കാളും കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അത് പ്രോഫിറ്റിലാണെന്ന് പറയാം. നമ്മളൊരു സാധനം നമ്മൾ അതിന്റെ പ്രൈസിനേക്കാൾ കൂടുതൽ വിലക്ക് വെക്കുമ്പോൾ അത് പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ അതിനെയാണ് പ്രോഫിറ്റ് എന്ന് പറയാം. ലോസ് ആണെങ്കിലോ അതിന്റെ പ്രൈസ്, അതായത് ഇപ്പൊ ഈ കടയിൽ ഷോപ്പിൽ 5 രൂപക്കാണ് അതിനെ കിട്ടിയത്, അതിനേക്കാളും കുറച്ച് 4 രൂപക്ക് വിറ്റാൽ എന്താണ്? അത് ലോസ് ആണ്. സോ അതിനെ ലോസ് എന്ന് പറയും. പിന്നെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ പാക്കറ്റിലൊക്കെ എഴുതിയിട്ടുണ്ടാവില്ലേ, ചില സാധനങ്ങൾ നമ്മളിപ്പോ ചില സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒരു 52 ഇങ്ങനെ എഴുതിയിട്ട് ചിലപ്പോൾ 50 റുപ്പീസിന് തരും. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ മാർക്ക് ചെയ്തിട്ടുള്ള പ്രൈസ്, അതിൽ ഡിസ്കൗണ്ട് കൊടുത്തിട്ടായിരിക്കും നമുക്ക് തരിക. ക്ലിയർ? അപ്പൊ അത് മാർക്കറ്റ് പ്രൈസ് ആണ്. ഇനി മാർക്കറ്റ് പ്രൈസിനെക്കാളും ഒരു ഡിസ്കൗണ്ട് തരും, കുറച്ചിട്ട് തരും, അതിനെ ഡിസ്കൗണ്ട് എന്ന് പറയും. ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ക്ലിയർ? ഇനി നമ്മൾ നോക്കേണ്ടത്, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിംഗ് പ്രൈസ് നിന്ന് കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്യുന്നതാണ് പ്രോഫിറ്റ്. ക്ലിയർ? ഇനി ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് ആകുമ്പോൾ എന്ത് ചെയ്യും? കോസ്റ്റ് പ്രൈസ് ആണ് കൂടുതൽ, സെല്ലിംഗ് പ്രൈസ് കുറവാണ്. ക്ലിയർ? അപ്പൊ അതാണ് ലോസ്. പിന്നെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്, നമ്മൾ പെർസെൻറ്റേജ് പഠിച്ചല്ലോ. അപ്പൊ അതിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധനം 10 രൂപക്ക് വിൽക്കുന്നു, അതിന്റെ ആക്ച്വൽ പ്രൈസ് എത്രയാണ്? ആക്ച്വൽ പ്രൈസ് നമുക്ക് ഒരു എത്രയാണ് വെക്കാം? 8 രൂപയാണെന്ന് നോക്കാം. 8 രൂപയുള്ള സാധനം, ഇത് കോസ്റ്റ് പ്രൈസ് ആണ്. 8 രൂപയുള്ള സാധനം 10 രൂപക്ക് വിൽക്കുന്നു. ഇവിടെ പ്രോഫിറ്റ് എത്രയാണുള്ളത്? ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2 രൂപ, ഇതാണ് ശരിക്കും പ്രൈസ്. അത് 10 രൂപക്ക് വിൽക്കുന്നു. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2 രൂപയാണ്. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എത്രയാണ് പ്രോഫിറ്റ് കിട്ടിയത് അത് എഴുതാം. 2 ഡിവൈഡ് ബൈ ആദ്യം എത്രയാണ് അതിന്റെ കോസ്റ്റ് പ്രൈസ്? കോസ്റ്റ് പ്രൈസിൽ എത്രയാണ്? 8 രൂപ. സോ 8 ഇൻറ്റു 100 എന്ന് എഴുതാം. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇനി ഇത് കട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ 25% നമുക്ക് പ്രോഫിറ്റ്. 8 രൂപയുള്ളത് 10 രൂപക്ക് വിൽക്കുമ്പോൾ 25% പ്രോഫിറ്റ്. ക്ലിയർ? ബേസിക് കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതിനുള്ള ഇക്വേഷൻ ഇതാണ്. പക്ഷെ നമ്മൾ ഇക്വേഷൻ ഒന്നും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മനസ്സിലാക്കേണ്ടതാ, പ്രോഫിറ്റ് 8 ഉള്ളത് 10 ആയി, അപ്പോൾ 2 രൂപ നമുക്ക് കിട്ടി. ക്ലിയർ? അപ്പൊ 2 എന്ന് എഴുതാം. ഡിവൈഡ് ബൈ എത്ര ഉള്ളതെന്നാണ് കൂടിയത്? 8 കൂടിയത്. സോ 8നെ അപേക്ഷിച്ച് 2 കൂടി എന്നാ പറയുന്നത്. സോ ഡിവൈഡ് ബൈ 8 ഇൻറ്റു 100 ചെയ്യുക. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ക്ലിയർ? അടുത്തത്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത്. അതിനൊരു കാര്യം കൂടി ഉണ്ട്, ലോസ് പെർസെൻറ്റേജ്. അതായത് 8 രൂപയുള്ള സാധനം, ഇതാണ് കോസ്റ്റ് പ്രൈസ്, അതിനെ നമ്മൾ 6 രൂപക്ക് വിറ്റു. ക്ലിയർ? 6 രൂപക്ക് വിറ്റു. 6 രൂപക്കാണ് സെല്ലിംഗ് പ്രൈസ്, വിൽക്കുന്ന പ്രൈസ് ആണ് സെല്ലിംഗ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ ലോസ് എത്രയാണ് ഇവിടെ? ലോസ് എന്ന് പറയുന്നത് എത്രയാ? 8 ഉള്ളത് 6 കുറഞ്ഞു, അപ്പോൾ 2 ലോസ്. ഇത് എത്രയാണ് ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്? ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ് ലോസ്? 2. അത് എത്രയെന്നാണ് കുറഞ്ഞത്? അതേ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 8 ഇൻറ്റു 100. അപ്പൊ ഇവിടെയും 25 എന്ന് കിട്ടും. അപ്പൊ 25% ഇവിടെ ലോസ് ആണ്. 8
6 25% ലോസ് ആണ്. 8 10 25% പ്രോഫിറ്റ് ആണ്. ക്ലിയർ? അങ്ങനെയാണ് നമ്മൾ ലോസ് പെർസെൻറ്റേജ്, കോസ്റ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഒക്കെ കണ്ടുപിടിക്കാം. ഇനി സെല്ലിംഗ് പ്രൈസ്. അപ്പൊ ഇതിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക്. ഓക്കെ, അതായത് ഇക്വേഷൻ കിട്ടിയാൽ ഇത് കണ്ടുപിടിക്കാനുള്ള പ്രൈസ് ആണ്. അതായത് നിങ്ങളോട് പറഞ്ഞു, അതായത് നമ്മളോട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് 8 രൂപയുള്ള സാധനം നമ്മൾ 20% പ്രോഫിറ്റിന് വിൽക്കണം. 8 രൂപയുള്ള അതായത് കോസ്റ്റ് പ്രൈസ്, ഒരു സാധനത്തിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 8 രൂപയാണ്. നമുക്ക് വേണ്ടത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നു. എത്രയാണ്? 25% തന്നു. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഫൈൻഡ് ചെയ്യണം. സെല്ലിംഗ് പ്രൈസ് എത്രയാണ് ഇത് നമ്മൾ ഫൈൻഡ് ചെയ്യണം. അപ്പൊ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനുള്ള ഇക്വേഷൻ ആണിത്, അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട. അതായത് സെല്ലിംഗ് പ്രൈസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 8 രൂപയുള്ളത്, അപ്പോൾ 8 രൂപ ഉണ്ട്, അതിനേക്കാളും എത്രയാ? 25% കൂടണം. അതായത് നമ്മൾ എക്സാമ്പിൾ നോക്കിയാൽ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉള്ള പ്രൈസ് ആണ് 100%. നമ്മൾ ഈ ശതമാനത്തിന്റെ പെർസെൻറ്റേജിന്റെ നമ്മൾ റിവിഷൻ ഒക്കെ ചെയ്താണ്. അപ്പൊ അത് കാണാൻ നിങ്ങൾ ആദ്യം, അതിനുശേഷം ഇത് കാണാം. അതായത് 100 ഒരു സാധനം 25% കൂടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 125 ക്ലിയർ? 100% ഉള്ള സാധനം 25% കൂടി എന്ന് പറഞ്ഞാൽ 125. അപ്പൊ ഇവിടെ നമ്മളെ കോസ്റ്റ് പ്രൈസ് 8 ആണ്, പക്ഷെ അയാൾക്ക് പ്രോഫിറ്റ് വേണ്ടത് 25%, അതിനേക്കാളും കൂടുതൽ വേണം. അപ്പോൾ 100% 8, അതിന് 25% കൂടണം. അപ്പോൾ 8ന്റെ 125% നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ 8ന്റെ 125% കണ്ടുപിടിക്കാം. ക്ലിയർ? അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ? ഇതെങ്ങനെ കണ്ടുപിടിക്കുക? 125%. ഇവിടെ നമുക്ക് 25 കൊണ്ട് കട്ട് ചെയ്യാം, അല്ലേ? നമ്മൾ 125ഉം 100 കണ്ടാൽ പെട്ടെന്ന് 25 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പൊ 25 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 4 കിട്ടും, ഇവിടെ 5 കിട്ടും. പിന്നെ ഇതും കട്ട് ചെയ്യുമ്പോൾ 2 കിട്ടും. സോ ടോട്ടൽ 10 ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. നമ്മൾ നേരത്തെ ചെയ്ത കണക്കില്ലേ? അതായത് കോസ്റ്റ് പ്രൈസ് 8 ആണെങ്കിൽ പ്രോഫിറ്റ് 25% വേണമെങ്കിൽ അത് 10 രൂപക്ക് വെക്കണം. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് കിട്ടുക. ഇനി സെയിം ആണ് കോസ്റ്റ് പ്രൈസും. അതായത് നമുക്ക് സെല്ലിംഗ് പ്രൈസ് വന്നു, അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. നമുക്ക് സെയിം വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം, പെട്ടെന്ന് ചെയ്യാം. അതായത് നമ്മളോട് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണെന്ന് തന്നു, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 25% ആണെന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോസ്റ്റ് പ്രൈസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 25% കൂടുതൽ, 100 25% കൂടുതൽ. അപ്പൊ ഈ 125% എന്ന് പറയുന്നതാണ് നമുക്ക് ഈ 10 തന്നിട്ടുള്ളത്. ഇത് സെല്ലിംഗ് പ്രൈസ്, ഇത് കോസ്റ്റ് പ്രൈസ്. 125% ആണ് നമുക്ക് 10 തന്നിട്ടുള്ളത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 10. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 100 ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? നമ്മൾ 100 ആണ് കണ്ടുപിടിക്കേണ്ടത്. 125% എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ കോസ്റ്റ് പ്രൈസ് 100 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് നേരെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ 1% എന്ന് പറയുന്നത് എന്ത് കിട്ടും? 10/125. ഇനി 100% എന്ത് കിട്ടും? 100% എന്ന് പറയുന്നത് 10/125 × 100. ക്ലിയർ? ഇതും ക്യാൻസലായി 4 5. സോ 8 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഈ ഇക്വേഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കോമൺ സെൻസ് വെച്ച് നമ്മൾ ചെയ്യണം. നമ്മൾ എല്ലാ എക്സാമിനും, ഏത് എക്സാം ആയിക്കോട്ടെ, അതായത് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ നമ്മൾ മാക്സിമം സ്പീഡിൽ ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇങ്ങനെ ഫോർമുല പഠിച്ച് സമയം കളയരുത്, മൈൻഡ് കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ നോക്കുക. ക്ലിയർ? അടുത്തത് ഇനി നെറ്റ് റിസൾട്ട്. അതായത് നമുക്ക് ചിലപ്പോൾ 2 പ്രോഫിറ്റ്, അതായത് ആദ്യം ഡിസ്കൗണ്ട് ആദ്യം 10% കുറച്ചു, പിന്നെ 20% കുറച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ പെർസെൻറ്റേജിൽ പഠിച്ച സെയിം സംഭവമാണ് ഇത്. ക്ലിയർ? അതുണ്ട്. അതുപോലെ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഡിസ്കൗണ്ട് കുറച്ചാൽ സെല്ലിംഗ് പ്രൈസ് കിട്ടും, അറിയാലോ. അതുപോലെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്, ഡിസ്കൗണ്ട് ഒരു സാധനത്തിന്റെ പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഉണ്ട്, അതുപോലെ ഒരുപാട് പെർസെൻറ്റേജ് ഉണ്ട്. പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ലോസ് പെർസെൻറ്റേജ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കുക. ക്ലിയർ? എന്നിട്ട് മാർക്കറ്റ് പ്രൈസ് എന്നല്ലേ ഇപ്പൊ ഉള്ള സാധനത്തിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇപ്പൊ ഉള്ളത് മാർക്കറ്റ് പ്രൈസ് ആണ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഡിനോമിനേറ്ററിൽ എഴുതുക, എത്രയാണ് കൊടുക്കുന്നതെന്ന് ന്യൂമറേറ്ററിൽ എഴുതുക, × 100 ചെയ്യാം. ക്ലിയർ? അപ്പൊ അങ്ങനെയാണ് കിട്ടുക. അടുത്തത് ഫാൾസ് വെയിറ്റ് പ്രോഫിറ്റ്. അപ്പൊ അത് ഇങ്ങനെ ചെയ്യാം, അതായത് ഇക്വേഷൻ പഠിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരും, അപ്പൊ അവിടെ നോക്കാം. ക്ലിയർ? അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്ലിയർ?
ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ എന്താ 211.20 എ ട്രേഡർ ലോസസ് എത്രയാ 12%. ഇഫ് ഹി സെൽസ് ഇറ്റ് ഫോർ 248.40 പൈസ, 248 രൂപ 40 പൈസ, ദെൻ ഹിസ് ലോസ് ഓർ ഗെയിൻ പെർസെൻറ്റേജ്. അപ്പൊ ഇതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ എന്താണ് 12% ലോസ് ആണ് ഉള്ളത്. ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ 211 എ ട്രേഡർ ലോസസ് എത്രയാ, അതായത് ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുക കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആണ്. 12% ലോസിന് വിറ്റാൽ അത് എത്രയായിരിക്കും? 88-നായിരിക്കും ലഭിക്കുന്നത്. 88%, അതായത് 100% എന്ന് പറയുന്നതാണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ്. അത് 88% വിറ്റാൽ 12% ലോസ് ആയി. സോ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 88%. സോ നമുക്കറിയാം 88% എന്ന് പറയുന്നതാണ് 211.20. ഇഫ് ഹി സെൽസ് ഇറ്റ് ഫോർ 248 ദെൻ ഹിസ് ലോസ് ഓർ ഗെയിൻ. അപ്പൊ 248 വിറ്റാൽ അതിന്റെ എന്താ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ എന്താ ലോസ് ഗെയിൻ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം കോസ്റ്റ് പ്രൈസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 88% എന്ന് പറയുന്നതാണ് സെല്ലിംഗ് പ്രൈസ്. സോ നമുക്ക് എന്താ കോസ്റ്റ് പ്രൈസ് 88 സെല്ലിംഗ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസ് എത്രയാ 100 കണ്ടുപിടിച്ചാൽ പോരെ. എങ്ങനെ കിട്ടും? നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. സോ 211.20 ഡിവൈഡ് ബൈ 88. നമുക്ക് 100% വേണ്ടേ, അപ്പൊ ഇൻറ്റു 100 ഇട്ട് കൊടുക്കാം. ക്ലിയർ. ഇനി ഇവിടെ നമുക്ക് ആദ്യം എന്താ 4 വെച്ച് കട്ട് ചെയ്യാം. 4 വെച്ച് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 22 എന്ന് കിട്ടും. ഇവിടെയോ അതായത് ഈ 100 വെച്ച് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ ഈ പോയിന്റ് അവിടെ നിന്ന് ക്യാൻസൽ ആയി പോകും. ക്ലിയർ. ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ആദ്യം 21 ചെയ്യുമ്പോൾ 5 കിട്ടും. റിമൈൻഡർ 1, 11 ആകുമ്പോൾ 2. ഇത് കട്ട് ചെയ്യാൻ അറിയില്ല എല്ലാവർക്കും, അപ്പൊ കട്ട് ചെയ്യാൻ പഠിക്കണം പെട്ടെന്ന്. പിന്നെന്താ 80 അങ്ങനെ കിട്ടും. അപ്പൊ ഇത് കംപ്ലീറ്റ് കട്ടായി. ഇനി നമ്മൾ എന്താ ഇതിനെ കംപ്ലീറ്റ് ആയി 22 കൊണ്ട് കട്ട് ചെയ്താൽ 2 പ്രാവശ്യം 4, 0. സോ ഇവിടെ നമുക്ക് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? 240 ആണെന്ന് കിട്ടി. ക്ലിയർ. ഈ 100 നമ്മൾ ഓൾറെഡി അകത്ത് മൾട്ടിപ്ലൈ ചെയ്തു ആ പോയിന്റ് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 240 ആണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് കിട്ടും. ക്ലിയർ. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 240 ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? സെല്ലിംഗ് പ്രൈസ്. രണ്ടാമത്തെ സെല്ലിംഗ് പ്രൈസ് 2 എന്ന് പറയുന്നത് എന്താണ്? 248.40. ഇതാണ് രണ്ടാമത്തെ സെല്ലിംഗ് പ്രൈസ്. അപ്പൊ ഇവിടെ നമുക്ക് കോസ്റ്റ് പ്രൈസ്, ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടി. എന്നാ ഇതാണ് കോസ്റ്റ് പ്രൈസ്. ഇതാണ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 240 ആണ്. അപ്പൊ ഇവിടെ പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? പ്രോഫിറ്റ് ഈക്വൽ ടു ഇത് മൈനസ് ചെയ്താൽ പോരെ, 8.40 ആണ് പ്രോഫിറ്റ് കിട്ടുക. ക്ലിയർ. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിൾ അല്ലേ, ഇക്വേഷൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കും? അതായത് ഇവിടെ എഴുതട്ടെ. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ് പ്രോഫിറ്റ് കിട്ടിയത്? 8.40. ഇതാണ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ എത്രയെന്നാണ്, അതായത് കോസ്റ്റ് പ്രൈസ് എന്നല്ലേ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 240 ഇൻറ്റു 100. സോ സിമ്പിൾ ആണ്, ഇങ്ങനെ എഴുതാ പോരെ. ഇനി ഇത് കട്ട്, അതായത് ഇൻറ്റു 100. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 840 ഡിവൈഡ് ബൈ 240. സോ ഇതൊന്നും കട്ട് ചെയ്തു. ബാക്കി എന്താണ്? 3.5 എന്ന് കിട്ടും. 3.5%. ക്ലിയർ. 3.5% എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താ? ഗെയിൻ ആണ്. ഗെയിൻ അല്ലേ, കാരണം 240 248 ആയി. സോ ഗെയിൻ ആണ് വരിക. സോ എന്താണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, എ പേഴ്സൺ സെൽസ് ഹിസ് ഗുഡ്സ് അറ്റ് 30% പ്രോഫിറ്റ്. അപ്പോൾ 30% പ്രോഫിറ്റിന് വിറ്റു. ഇഫ് ദ കോസ്റ്റ് പ്രൈസ് ഇൻക്രീസ്ഡ് ബൈ 25% ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ്ഡ് ബൈ 10%, ദെൻ വാട്ട് ഈസ് ഹിസ് ന്യൂ പ്രോഫിറ്റ് പെർസെൻറ്റേജ്? ന്യൂ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് ഫൈൻഡ് ചെയ്യാൻ. സോ സിമ്പിൾ ആണ്. എന്താ, നമുക്കിവിടെ കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, അതുപോലെ സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ 100 ആണെന്ന് വിചാരിക്കാം. സാധാരണ എല്ലാത്തിലും നമ്മൾ ഇങ്ങനെ എടുക്കണ്ടേ. പെർസെൻറ്റേജിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യും. എന്താ, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ 100 ആയിട്ട് എടുക്കും. 100% കോസ്റ്റ് പ്രൈസ്. അപ്പൊ അവിടുന്ന് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 30%. സോ 30% പ്രോഫിറ്റ് ആയാൽ നമുക്ക് എത്ര കിട്ടും? 130 ആണ് സെല്ലിംഗ് പ്രൈസ് വരിക. ക്ലിയർ.
അത്രയും കിട്ടി. ഇനി പറയുന്നത് ഇഫ് കോസ്റ്റ് പ്രൈസ് ഇൻക്രീസ്ഡ് ബൈ 25%. അപ്പോൾ ഈ കോസ്റ്റ് പ്രൈസ് 25% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്രയാ? 100 ഉണ്ടായത് നമ്മൾ അസ്യൂം ചെയ്ത് 100 125ആയി. അതായത് 100% സാധനം 25% കൂടിയാൽ 125%. സോ 125 നമുക്ക് കിട്ടാം. ക്ലിയർ? അപ്പോൾ 125 കിട്ടി. ഇനി എന്താ പറയുന്നത്? സെല്ലിംഗ് പ്രൈസ് 10% ഇൻക്രീസ് ആയി. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10% ഇൻക്രീസ്. സോ എന്ത് കിട്ടും? ഇവിടുന്ന് 130ന്റെ 10% എത്രയാണ്? നമ്മൾ പെർസെൻറ്റേജിന്റെ ക്ലാസ് പറഞ്ഞാണ് എന്താ 130 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്ഥാനം മാറ്റി നമ്മൾ ഇങ്ങനെ ഇടാം. ഇതാണ് ഇതിന്റെ 10%, 13. ഇനി 1%, അപ്പം 1 1%. ക്ലിയർ? അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 13 10%. അപ്പൊ ഇതിന്റെ കൂടെ 13 കൂട്ടിയാൽ എത്ര കിട്ടും? 143 എന്ന് കിട്ടും. ക്ലിയർ? ദെൻ വാട്ട് ഈസ് ദ ന്യൂ പ്രോഫിറ്റ് പെർസെൻറ്റേജ്? അപ്പൊ ഇവിടുത്തെ പുതിയ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഇതാണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ്, ഇതാണ് സെല്ലിംഗ് പ്രൈസ്. അപ്പൊ ഇതിന്റെ പ്രോഫിറ്റ് എത്ര കിട്ടും? ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. പ്രോഫിറ്റ് എത്ര കിട്ടും? പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ 143 മൈനസ് 125 എന്ത് കിട്ടും? 18 പ്രോഫിറ്റ് കിട്ടാം. നിങ്ങൾ എക്സാമിന് ഇതുപോലെ ഓരോ സ്റ്റെപ്പ് എഴുതി ചെയ്യരുത്. എന്താ മാക്സിമം പേന യൂസ് ചെയ്യാണ്ട് ചെയ്യാൻ നോക്കാം. ക്ലിയർ? അപ്പോൾ 18 നമ്മുടെ പ്രോഫിറ്റ് വരിക. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 125 ഇൻറ്റു 100. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തല്ലേ 4ഉം 5 കിട്ടും. സോ എന്ത് കിട്ടും? 18 ഇൻറ്റു 4. 18 ഇൻറ്റു 4 എങ്ങനെ നമ്മൾ പെട്ടെന്ന് ചെയ്യും? 10 ഇൻറ്റു 4 40. 8 ഇൻറ്റു 4 32. സോ 72 ഡിവൈഡ് ബൈ 5. ഇതെന്ന് പറയുന്നത് എത്ര കിട്ടും? 72 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 14 ഇൻറ്റു 5 എന്താ 14 ഇൻറ്റു 5 നമുക്ക് എത്ര കിട്ടും? 14 ഇൻറ്റു 5 അതായത് 140ന്റെ പകുതിയല്ലേ ഇത്. അപ്പോൾ ഇവിടെ നമുക്ക് 14 എഴുതാം. 14 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ നമുക്ക് 70 കിട്ടും. പിന്നെ 0.4 കൂടെ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് നോക്കാം. ക്ലിയർ? ഇത് പെട്ടെന്ന് നിങ്ങൾ കട്ട് ചെയ്യാനൊക്കെ പഠിക്കണം. അപ്പോൾ 14.4 അത്രയും പെർസെൻറ്റേജ് ആണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ സെല്ലിംഗ് 33 മീറ്റർ ക്ലോത്ത്, റാണീസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് 11 ക്ലോത്ത്. ദെൻ വാട്ട് ഈസ് ഹെർ ഗെയിൻ പെർസെൻറ്റേജ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗെയിൻ പെർസെൻറ്റേജ് എന്താണെന്ന് ചോദിക്കുന്നു. സോ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സെല്ലിംഗ് 33 ക്ലോത്ത് മീറ്റർ 33 മീറ്റർ ക്ലോത്ത് സെല്ല് ചെയ്യുമ്പോൾ റാണീസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 11. അപ്പം ഈ 33 ക്ലോത്ത് സെല്ല് ചെയ്തു. അതായത് 33 ക്ലോത്തിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 11 സെല്ലിംഗ് പ്രൈസ് പ്രോഫിറ്റ് വന്നതെന്നാണ് പറയുന്നത്. അതായത് 33 മീറ്റർ സാധനം വെക്കുമ്പോൾ 11 സാധനത്തിന്റെ പ്രൈസ് സെല്ലിംഗ് പ്രൈസ് പ്രോഫിറ്റ് വന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഈ 33 സാധനത്തിന്റെ ചെലവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബാക്കി ടോട്ടൽ 33 അവിടുന്ന് 11 കുറച്ചാൽ 22 എണ്ണത്തിന്റെ സെല്ലിംഗ് പ്രൈസ് 22 എണ്ണത്തിന്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നതും 33 എണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. അതായത് 33 എണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു 22 എണ്ണത്തിന്റെ എന്താണ്? സെല്ലിംഗ് പ്രൈസ്. ക്ലിയർ? അങ്ങനെയാണ് വരിക. അതായത് 22 എണ്ണത്തിന്റെ സെല്ലിംഗ് പ്രൈസ് ബാക്കി ഉള്ള 11 എണ്ണത്തിന്റെ സെല്ലിംഗ് പ്രൈസ് ആണ് നമുക്ക്. ഇതിന്റെ കൂടെ ബാക്കിയുള്ള 11 എണ്ണത്തിന്റെ സെല്ലിംഗ് പ്രൈസ് അല്ലേ, അത് നമുക്ക് പ്രോഫിറ്റ് ആണ്. ഇപ്പോൾ ഉള്ള 22 എണ്ണത്തിന്റെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് എന്താണ്? കോസ്റ്റ് പ്രൈസിന്റെ സെയിം ആയിരിക്കും. ക്ലിയർ? അപ്പൊ ഇവിടെ നമുക്ക് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും ഉള്ള റേഷ്യോ കണ്ടുപിടിക്കാം. എങ്ങനെയാ? കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 22 ഡിവൈഡ് ബൈ 33 ഈക്വൽ ടു എന്ത് കിട്ടും? 2/3 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 2 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറയുക? ഗെയിൻ പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് മനസ്സിലായി കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 2 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. സോ 2 3 പ്രോഫിറ്റ് എത്രയാ? 1 ആണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും, 1 യൂണിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് അതായത് ഗെയിൻ പെർസെൻറ്റേജ് എന്താണ്? 1 ഡിവൈഡ് ബൈ എത്രയെന്നാണ്? കോസ്റ്റ് പ്രൈസ് എത്രയാ? 2 ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടി? 50 ആണെന്ന് കിട്ടും. 50% ആണ് ഗെയിൻ.
ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ 20% ഗെയിൻ ആൻഡ് 40% ലോസ് ഓൺ സെയിൽ ഓഫ് ഐറ്റം വാസ് എത്ര 28. വാട്ട് വാസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ഐറ്റം? ക്ലിയർ? അപ്പൊ ഇവിടെ പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ 12% ഗെയിൻ, അതായത് നമ്മുടെ കയ്യിൽ 100% ആണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയാം. 12% ഗെയിൻ ആണെങ്കിൽ എത്ര കിട്ടും? 12% ഗെയിൻ ആയാൽ എന്ത് കിട്ടും? 112 കിട്ടും. ഇനി 4% ലോസ് ആയാലോ? 4% ലോസ് ആയാൽ 4% ലോസ് ആയാൽ 96 കിട്ടും. ക്ലിയർ? ഓൺ സെയിൽ ഓഫ് ഐറ്റം ഇറ്റ് വാസ് എത്ര 28. അതായത് ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ്, അതായത് 96 വിറ്റതും 112 വിറ്റതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 28 അപ്പൊ ഈ ആക്ച്വലായിട്ട് ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 16% ആണ് എന്ന് പറയുന്നത്. എത്രയായിരിക്കും 16% എന്ന് പറയുന്നത്? നമുക്കിവിടെ 28 ക്വസ്റ്റ്യനിൽ തന്നു. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് എന്താ? കോസ്റ്റ് പ്രൈസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. കോസ്റ്റ് പ്രൈസ്, അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100%. സോ 16% 28 ആണ്. അങ്ങനെയാണെങ്കിൽ 1% എന്ത് കിട്ടും? 28 ഇന്നേരം ഇങ്ങോട്ട് ഉണ്ടെന്നു 16. അങ്ങനെയാണെങ്കിൽ 100% എന്ത് കിട്ടും? ഇൻറ്റു 100. ഇവിടെ ഇൻറ്റു 100, ഇവിടെ ഇൻറ്റു 100. ക്ലിയർ? അപ്പൊ ഇവിടെ എന്താ? ഇങ്ങനെയാണ് കിട്ടുക. ഇനി എന്ത് ചെയ്യാം? 4 കൊണ്ട് കട്ട് ചെയ്യാം. സോ ഇവിടെ 7 കിട്ടും. ക്ലിയർ? 700 ഡിവൈഡ് ബൈ 4 എന്ത് കിട്ടും? 7 ഒരു പ്രാവശ്യം, 30 7 പ്രാവശ്യം, 20 5 പ്രാവശ്യം. 175 നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് 100% എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോസ്റ്റ് പ്രൈസ് ആണ്. ക്ലിയർ? അപ്പോൾ 175 നമ്മുടെ കോസ്റ്റ് പ്രൈസ്. നെക്സ്റ്റ്, സരിത ബൈസ് 2 ഓൾഡ് സാംസങ് ഫോൺസ് ആൻഡ് 3 എന്താ MI ഫോൺസ് ഫോർ എത്ര 40,200. ഇഫ് ഷീ സെൽസ് ദ സാംസങ് ഫോൺ അറ്റ് 10% പ്രോഫിറ്റ് ആൻഡ് MI ഫോൺസ് അറ്റ് 20% പ്രോഫിറ്റ്, then her total profit is എന്താ 5,640. the total the cost price of the MI ഫോൺ. അപ്പൊ MI ഫോണിന്റെ കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ. അപ്പൊ ഇവിടെ എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യും? അതായത് നമുക്ക് സാംസങ്ങിന്റെ പ്രൈസ്, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് X ആണെന്ന് എടുക്കാം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ MIന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ? Y ആണെന്ന് എടുക്കാം. ബാക്കി ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്ത് കിട്ടും? എത്ര ബൈ ചെയ്ത? 2 സാംസങ്. അപ്പൊ 2 സാംസങ് ആകുമ്പോൾ 2X, 3 MI പ്ലസ് 3 MI 3Y ഈക്വൽ ടു എത്രയാ? ടോട്ടൽ പ്രൈസ് 40,200, 40,200 പ്രൈസ് കിട്ടുക. ക്ലിയർ? ഇനി പറയുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസ് 10% കൂട്ടി. അതായത് ഇത് എന്താ? കോസ്റ്റ് പ്രൈസ് ആണ്. ഇത് കോസ്റ്റ് പ്രൈസ്. ഇനി സെല്ലിംഗ് പ്രൈസ് നോക്കിയാൽ ആദ്യത്തെ ഈ രണ്ടെണ്ണത്തിന്റെ എന്താ 10% ഇൻക്രീസ് ചെയ്തു. അപ്പൊ എത്രയാ? 110% അല്ലേ? അതായത് 2Xന്റെ 110% പുതിയ പ്രൈസ്. 2Xന്റെ 110%, 10% കൂട്ടിയാൽ 110%. സോ പ്ലസ് പിന്നെന്താ അടുത്തത്? എന്താ? MI ഫോണിന്റെ എത്രയാ കൂട്ടിയ? MI ഫോൺ 3Y ആണ്. അതിന്റെ എത്രയാണ്? 20% കൂട്ടി. സോ 120%. ക്ലിയർ? ഇതാണ് പുതിയ പ്രൈസ് എന്ന് പറയാം. അപ്പൊ ഇത് എത്ര കിട്ടും നമുക്ക്? ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 11/5 X എന്ന് കിട്ടും. പ്ലസ് ഇവിടെ ഇത് കട്ടായി 18/5 Y എന്ന് കിട്ടും. അപ്പൊ ഇത് നമുക്ക് ആദ്യം കിട്ടി. ഇനി പ്രോഫിറ്റ് നോക്കിയാൽ എന്താ? ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് നിന്ന് കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്താൽ മതി. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. സോ ഇവിടെ എന്താ? സെല്ലിംഗ് പ്രൈസ് എന്താണ്? ആ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 5000. നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ചാൽ അതേപോലെ എഴുതാം. 5640. അപ്പൊ ഇവിടുന്ന് സെല്ലിംഗ് പ്രൈസ് എന്താണ്? ഇപ്പൊ കണ്ടുപിടിച്ച സാധനം ഇതാണ് സെല്ലിംഗ് പ്രൈസ്. നമ്മളിപ്പോ കണ്ടുപിടിച്ച സാധനമാണ് സെല്ലിംഗ് പ്രൈസ്. ഇത് എത്രയാണ്? 11/5 X പ്ലസ് 18/5 Y. ഇതാണ് സെല്ലിംഗ് പ്രൈസ്. ഇനി കോസ്റ്റ് പ്രൈസ് എത്രയാണ്? കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു 2X പ്ലസ് 3Y ആണ് കോസ്റ്റ് പ്രൈസ്. 2X പ്ലസ് 3Y ആണ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ. ഇനി ഇവിടുന്ന് ഇത് ചെയ്യുമ്പോൾ ബാക്കി എന്ത് കിട്ടും?
നമ്മൾ എക്സും എക്സും ചെയ്യാം, വൈയും വൈയും ചെയ്യാം. ഓക്കെ, എക്സും എക്സും വൈയും വൈയും. അപ്പോൾ 11x/5 എന്ന് 2x മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ്, അതായത് നമുക്ക് കിട്ടുക x/5 പ്ലസ് 18y/5 എന്ന് -35 -3y മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 3y/5 എന്ന് കിട്ടും. ക്ലിയർ? അപ്പൊ ഇത് രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതായത് ഇവിടെ ഓൾറെഡി നമുക്കൊരു വാല്യൂ ഉണ്ട്, എന്താ? 5640 എന്ന വാല്യൂ ഉണ്ട്. സോ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് അതേപോലെ ചെയ്യുന്ന മെത്തേഡാണിത്. അതായത് ഇനിയോ ഈ ഇവിടെയും രണ്ടും 5 കോമൺ ആണ്. അപ്പൊ എന്താ, നമുക്ക് ന്യൂമറേറ്റർ അതേപോലെ എന്താ ആഡ് ചെയ്യാം, ഡിനോമിനേറ്ററിൽ 5 വരും. സോ ഇവിടെ എന്ത് വരും? x + 3y/5 വരും. ഈ 5നെ നമ്മൾ ഇപ്പുറ സൈഡിൽ കൊണ്ടുപോയാൽ, ഇങ്ങോട്ട് കൊണ്ടുപോയാൽ 5640 × 5 = x + 3y എന്ന് വരും. ക്ലിയർ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? x + 3y എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5640 × 5 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 28200 അല്ലേ? 2,82,000 കിട്ടും. അത് നമുക്ക് കിട്ടി. അതേപോലെ ഈ സെയിം ഇതേപോലെ നമുക്ക് ആദ്യം ഒരു ഇക്വേഷൻ കിട്ടിയിട്ടില്ലേ? ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. എന്താ? 2x + 3y = എന്താ? 40,200 ആണെന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്യാം? എക്സിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ കൂടെ ഒരു × 2 ചെയ്താൽ ഇത് നേരെ എങ്ങനെയാവും? 2x + 6y = ഇത് × 2 എത്രയാ? 56,000 എന്താ 400 എന്ന് കിട്ടും. ക്ലിയർ? ഇനി ഈ രണ്ടാമത്തെ വാല്യൂ നിന്ന് ആദ്യത്തെ വാല്യൂ മൈനസ് ചെയ്യാം. രണ്ടാമത്തെ ആദ്യത്തെ വാല്യൂ മൈനസ് ചെയ്താൽ 3y = എന്താ? 16,200 ആണെന്ന് കിട്ടും. അപ്പോൾ y = എന്ത് കിട്ടും? /3 ചെയ്താൽ 5,400 ആണെന്ന് കിട്ടും. ക്ലിയർ? ഇതാണ് എന്താ y കോസ്റ്റ് പ്രൈസ് ഓഫ് MIന്റെ പ്രൈസ് 5,400. ക്ലിയർ? അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ആർട്ടിക്കിൾ ഈസ് സോൾഡ് അറ്റ് പ്രോഫിറ്റ് ഓഫ് 20%. അപ്പോൾ 20% സെൽ ചെയ്തു. ഇഫ് ബോത്ത് ദ കോസ്റ്റ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ആർ 100% ലെസ്, ദ പ്രോഫിറ്റ് വിൽ ബി 4% മോർ. അതായത് കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, നമ്മൾ 100 രൂപയുള്ള സാധനം 20% പ്രോഫിറ്റിന് വിറ്റാൽ എത്ര കിട്ടും? 120 വിൽക്കണം. ക്ലിയർ? ഇനി നമുക്ക് വില അറിയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തു, എന്താ? 100%, 120% ആണെന്ന് എടുത്തു. ഇനി രണ്ടെന്നും നമ്മൾ 100 വീതം കുറച്ചു എന്ന് വിചാരിക്കാം. ഇത് ആക്ച്വൽ പ്രൈസ് അല്ല, ഇത് നമ്മൾ അസ്യൂം ചെയ്തതാണ്. 100% ആണ്. നമ്മൾ ആക്ച്വൽ പ്രൈസ് അറിയണമെങ്കിലോ ഇതിന് എക്സ് ഇടാം, രണ്ടിനും എക്സ് ഇടാം. 100x ഉള്ള വാല്യൂ 100x ആണ് വാല്യൂ, അത് 120x ആയി. ഇനി ഇതിന്ന് രണ്ടിന്നും 100 രൂപ കുറച്ചു എന്നാണ് പറയുന്നത്. സോ ഇവിടെ എന്ത് കിട്ടും? 100x 100x - 100 എന്ന് പറയുന്നത് എന്താ? അപ്പൊ എത്ര കിട്ടി? ദ പ്രോഫിറ്റ് വിൽ ബി അതായത് ഇവിടുന്ന് നമ്മൾ എന്താ 100 രൂപ കുറച്ചു. അങ്ങനെ ആകുമ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ? 4% കൂടുതലാണെന്ന് പറഞ്ഞു. ക്ലിയർ? അപ്പോൾ ഇതെന്താ? കോസ്റ്റ് പ്രൈസ് നമുക്ക് ഇത് കിട്ടി. അവിടുന്ന് 4% കൂടുതൽ. നേരത്തെ എത്രയാ? 20% നേരത്തെ പ്രോഫിറ്റ് ഉണ്ടായത്. അപ്പൊ ഇപ്പൊ 24% ആകണം. ഈ കോസ്റ്റ് പ്രൈസിന്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഇത് കോസ്റ്റ് പ്രൈസ് ആണ്. ഇവിടെ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കണമെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു എന്താണ്, എത്ര ശതമാനമാണ് പ്രോഫിറ്റ് എന്ന് അറിയണം. അതായത് നേരത്തെ 20% ഇപ്പൊ 4% കൂടി, ഇപ്പൊ 124%, 124 എന്ന് പറയുന്നതാണ് ഇത്. അതായത് ഇവിടെ എന്താണ്? ഇവിടെയും 100 കുറക്കണ്ടേ? നമ്മൾ ഇവിടെ 100 കുറച്ചു, അതേപോലെ ഇവിടെയും 100 കുറക്കണം. അപ്പോൾ 120x എന്ന് 100 കുറച്ചു. ക്ലിയർ? ഇനി സിംപ്ലിഫൈ ചെയ്ത ആൻസർ ആയി. ഇവിടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടുന്ന് 2 നമുക്ക് 100 കോമൺ എടുക്കാം. ഈ 100 ആയിട്ട് കട്ട് ചെയ്തു. സോ x - 1 × 124 എന്ന് പറയുന്നത് = 120x - 100 എന്ന് കിട്ടും. ഇനി ഇവിടുന്നോ 124x - 124 = 120x - 100 ആണെന്ന് കിട്ടും. ഇനിയോ രണ്ട് സൈഡിൽ x 2 ഒരുമിച്ച് കൊണ്ടുപോയാൽ 4x = എന്ത് കിട്ടും? 24 ആണെന്ന് കിട്ടും.
അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 6 ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചാൽ ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 10x ആണ്, 100x ആണ്. സോ 600, അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100x, എക്സിന്റെ വാല്യൂ 6, സോ 600 ആണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ക്ലിയർ? മനസ്സിലാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് സിമ്പിളായി നോക്കിയാൽ നമ്മളോട് കോസ്റ്റ് പ്രൈസ് പറഞ്ഞു, അപ്പോൾ നമ്മൾ കോസ്റ്റ് പ്രൈസ് 100 ആയിട്ട് അസ്യൂം ചെയ്തു. 20% പ്രോഫിറ്റ് ആണ്, സോ നമ്മൾ 120% ആണ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് അസ്യൂം ചെയ്തത്. ഇനി ഈ രണ്ടെണ്ണത്തിൽ നിന്നും, കോസ്റ്റ് പ്രൈസ് എന്നും സെല്ലിംഗ് പ്രൈസ് എന്നും 100 രൂപ കുറയുന്നു എന്ന് പറയുന്നു. സോ നമുക്ക് ഈ പെർസെൻറ്റേജിൽ നിന്ന് 100 കുറക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ആ വാല്യൂവിനെ നമ്മൾ 100x ആയിട്ട് എടുത്തു, ഇത് 120x ആയിട്ട് എടുത്തു. ഇപ്പോൾ കറക്റ്റ് ഒരു വാല്യൂ കിട്ടി. ഇനി ഇതിൽ നിന്ന് രണ്ടെന്നും നമ്മൾ 100 കുറക്കുന്നു. ആദ്യത്തേത് നമ്മൾ 100 കുറച്ചാൽ 100x മൈനസ് 100 എന്ന് കിട്ടും. രണ്ടാമത്തേത് 100 കുറച്ചാൽ ഈ വാല്യൂ ആണ് കിട്ടുക, 120x മൈനസ് 100 ആണെന്ന് പറഞ്ഞു. ഇത് സെല്ലിംഗ് പ്രൈസ്, ഇത് കോസ്റ്റ് പ്രൈസ്. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? ഇപ്പോഴത്തെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും നമുക്ക് കിട്ടി. ഇനി ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 124% കൂടുതലാണ്. അതായത് 4% കഴിഞ്ഞ എത്രയാണ്? 20% കൂടുതൽ. ഇപ്പോൾ വീണ്ടും ഒരു 4% കൂടുതൽ, ടോട്ടൽ 24% കൂടുതലാണ്. സോ ഇപ്പോഴത്തെ കോസ്റ്റ് പ്രൈസ് ഇത്, അതിൻ്റെ 124% കണ്ടുപിടിച്ചാൽ പുതിയ സെല്ലിംഗ് പ്രൈസ് കിട്ടും. ക്ലിയർ? ഇനി സിംപ്ലിഫൈ ചെയ്തിട്ട് എക്സ് കണ്ടുപിടിക്കാം, ഇവിടെ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടോണി പർച്ചേസസ് 2 cars A and B at total cost of 6,50,000. He sells car A at profit of 20% and car B at a loss of 25%. Get the same selling price for both car. What are the purchasing price of car A and B respectively? അപ്പോൾ എൻ്റെയും ബിൻ്റെയും പർച്ചേസിങ് എന്താ പ്രൈസ്, കോസ്റ്റ് പ്രൈസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ എ എന്ന് പറയുന്നത് എത്രയാണ്? എയും ബിയും കൂടിയിട്ടാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് കിട്ടിയത്. ടോണി പർച്ചേസസ് 2 cars A B, ടോട്ടൽ കോസ്റ്റ് ഇത്രയാണ്. ഹി സെൽസ് കാർ എ എത്തി പ്രോഫിറ്റ്, എന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% പ്രോഫിറ്റ് വിറ്റു. ബി എന്ന് പറയുന്നത് എത്രയാണ്? ബി എന്ന് പറയുന്നത് 25% പ്രോഫിറ്റ് വിറ്റു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പെർസെൻറ്റേജ് ക്ലാസ് പറഞ്ഞാണ്. എന്താണ് ഈ 20% എന്ന് പറഞ്ഞാൽ? എന്താണ്? 1/5 ആണ്. ഇനി 25% എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 ആണ്. ക്ലിയർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാ? നമുക്കിവിടെ 5 ആണെന്ന് വിചാരിക്കാം. എന്റെ കോസ്റ്റ് പ്രൈസ് 5 ആണെന്ന് വിചാരിക്കാം. പക്ഷെ അതിന് പ്രോഫിറ്റ് കിട്ടിയത്രയാണ് 20% കൂടി. അപ്പൊ ഈ 1/5 എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, 1/5 കൊണ്ട് മീൻ ചെയ്യുന്നത് 1/5, അതായത് 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1/5 ആണെന്ന് കിട്ടും. ഇവിടെ മീൻ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസ് 5 ആണെങ്കിൽ നമ്മളോട് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? ഈ മേലെ കാണുന്നത് ഇതിൻ്റെ കൂടെ കൂട്ടണം. എത്രയാണ്? 6 ആയിരിക്കും. ഇനി ലോസ് എന്ന് പറഞ്ഞു, 20% ലോസ് എന്ന് പറഞ്ഞു. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 5 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്താണ്? ഈ മേലെ കാണുന്നത് കുറയ്ക്കണം, 4 ആയിരിക്കും. ക്ലിയർ? താഴെ കാണുന്നതാണ് കോസ്റ്റ് പ്രൈസ്, മേലെ കാണുന്നത് എത്ര പ്രോഫിറ്റ് ആണ് ലോസ് ആണെന്നാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞു എന്താ 20% പ്രോഫിറ്റ്. സോ അതിന് നമുക്ക് 1/5 എന്ന് എഴുതാം. അപ്പോൾ 5 എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ആണ്, അതിൽ നിന്ന് 1 കൂട്ടിയാൽ പ്രോഫിറ്റ് കിട്ടും, 1 കുറച്ചാൽ എന്താ ലോസ്, അത് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 5 കോസ്റ്റ് പ്രൈസ് എടുത്തു. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര കിട്ടും? ഇവിടെ നോക്കിയാൽ 1 കൂട്ടണം 6 ആണ് സെല്ലിംഗ് പ്രൈസ്. 20% പ്രോഫിറ്റ് വരുമ്പോൾ. ഇനി ബി ആണെങ്കിലോ 25% പ്രോഫിറ്റ് ആണ്. സോ 1/4, 25% എന്ന് പറഞ്ഞാൽ 1/4. അപ്പോൾ ഈ താഴെ കാണുന്നത് അതിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ മേലെ കാണുന്നത് അത്രയും കൂട്ടണം, കാരണം എന്താ പ്രോഫിറ്റ് ആയതുകൊണ്ട്. സോ 5 ആണ് അതിൻ്റെ സെല്ലിംഗ്. എത്രയാ? ഇവിടെ ലോസ് എന്നാണ് പറഞ്ഞത്, 25% ലോസ് എന്നാണ് പറഞ്ഞത്. 25% ലോസ് ആണ്. സോ ഇവിടെ 1 കുറയ്ക്കേണ്ടതാണ്. സോ ഇവിടെ 3 ആണെന്ന് കിട്ടും. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? സെയിം സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. ഇവിടെ നോക്കി 6 ഉണ്ട് 3 ഉണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനെയും നമ്മൾ സെയിം ആക്കുക. ഇൻറ്റു 2 കൊടുത്താൽ ഇത് സെയിം ആവും. അപ്പോൾ ഇവിടെ രണ്ടും 6 കിട്ടും. അപ്പോൾ ഇവിടെയും 2 തന്നെ കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടും? സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 6 ആയി. സെല്ലിംഗ് പ്രൈസ് 6 കിട്ടി, രണ്ടിൻ്റെ 6 ആണ്. അപ്പോൾ ഇതിൻ്റെ ബിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ 6 കിട്ടി, ഇവിടെ 8 കിട്ടും. കോസ്റ്റ് പ്രൈസ് 8 കിട്ടും. ലോസ് ആണ്. ഇനി എന്താ? വാട്ട് ഈസ് ദ പർച്ചേസിംഗ് പ്രൈസ് ഓഫ് കാർ എ ആൻഡ് ബി? അപ്പോൾ കാർ എൻ്റെയും ബിൻ്റെയും പർച്ചേസിംഗ് പവർ ആണ് എന്താ പർച്ചേസിംഗ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എ പ്ലസ് ബി എത്ര കിട്ടും? എ പ്ലസ് ബി കോസ്റ്റ് പ്രൈസ് എത്രയാണ്? കോസ്റ്റ് പ്രൈസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് എത്രയാണ്?
ഇവിടെ 5 ഇവിടെ 8 8 5 13 കിട്ടി. നമ്മൾ യൂണിറ്റിന്റെ പ്ലേസ് രീതിയിൽ കണ്ടുപിടിക്കുമ്പോൾ 13 യൂണിറ്റ് കിട്ടി. എന്ന് പറയുന്നത് എന്താണ്? 13 യൂണിറ്റ് എന്ന് പറയുന്നത് ഇതാ ടോട്ടൽ 6,50,000. ഓക്കെ, ഇനി എന്താണ് 13 യൂണിറ്റ് എത്രയാണെന്ന് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? എ എന്ന് പറയുന്ന 5 യൂണിറ്റും ബി എന്ന് പറയുന്ന 8 യൂണിറ്റുമാണ്. അപ്പോൾ 1 യൂണിറ്റ് എത്രയാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാം. 6,50,000 ഡിവൈഡ് ബൈ 13 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 50,000 ആണെന്ന് കിട്ടും. അപ്പം 1 യൂണിറ്റ് 50,000 ആണെന്ന് കിട്ടി. അപ്പോൾ എന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാ? കോസ്റ്റ് പ്രൈസ് ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? 5 യൂണിറ്റ് ആണ്. 5 × 50,000. ക്ലിയർ? 2,50,000. ഇനിയോ? ഇനി ബീൻ്റെ ആണെങ്കിലോ? ബീൻ്റെ ആണെങ്കിൽ 8 × 50,000. സോ 4 lakhs എന്ന് കിട്ടും. ഓപ്ഷൻ ഏതാണ്? ഇത് 4 lakhs മറ്റേ 2,50,000. 4 lakhs 2,50,000. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ? അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ ടി വി, അതായത് ഇവിടെ എന്താ ടി വിന്റെ സെല്ലിംഗ് പ്രൈസ് ഇത്രയാണ്. സ്റ്റോക്ക് കീപ്പർ ഇൻക്വയർഡ് എ ലോസ് ഓഫ് 15%. അപ്പോൾ കോസ്റ്റ് പ്രൈസ് നമ്മൾ 100 ആണെന്ന് വിചാരിക്കാം. ഇവർക്ക് ലോസ് എത്രയാ വന്നേ? 15% ലോസ്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയാ? 85%. 100% സാധനം 15% പ്രോഫിറ്റ് ലോസ്, അപ്പോൾ 85% വിറ്റു. സോ എന്താണ് പറയുന്നത്? വെൻ സെല്ലിംഗ് പ്രൈസോ, അതായത് സെല്ലിംഗ് പ്രൈസ് 85% എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. എത്രയാണ്? 18,700 ആണെന്ന് തന്നു. ഇനി വാട്ട് ഷുഡ് ബി ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ടി വി? അപ്പൊ നമുക്ക് 15% ഗെയിനിൽ വിൽക്കണം. അങ്ങനെയാണെങ്കിൽ ടി വിന്റെ എന്താ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 100 ഉള്ളത്, കോസ്റ്റ് പ്രൈസ് 100 ഉള്ളത്, നമ്മൾ 15% പ്രോഫിറ്റ്. സോ +15, ഇത് -15 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 115% വിൽക്കണം. ഇപ്പൊ നമുക്ക് തന്നിട്ടില്ല 85% എന്ന് പറയുന്നത്, 85% എന്ന് പറയുന്നത് എന്താണ്? 18,700 ആണെന്ന് തന്നു. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? 115%. സോ നേരത്തെ കണ്ടുപിടിച്ചോളൂ, സിമ്പിൾ ആണ്. 18,700 ഡിവൈഡ് ബൈ 85 × 115. ക്ലിയർ? അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി 5 കൊണ്ട് കട്ട് ചെയ്യാം. 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 17 അല്ലെ? 17 കിട്ടും. ഇവിടെ 2 3 23 കിട്ടും. ഇനിയോ ഇതിനെ 17 കൊണ്ട് സിമ്പിളായി കട്ട് ചെയ്തൂടെ? 1100 കിട്ടും. ക്ലിയർ? ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 3 5 2 പിന്നെ 2 0, 2,53,000 അല്ല, എത്രയാണ്? 25,300. 25,300. ക്ലിയർ? 25,300 ആണ് ആൻസർ കിട്ടുക. നെക്സ്റ്റ് 2 items whose cost price, 2 ഐറ്റത്തിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 2,500 ആണ് ഈച്ച്. 1 is sold at 5% profit. If the total profit is 20%, then find the profit of second item. ആദ്യത്തെ ഒന്ന് എത്രയാ? 5% പ്രോഫിറ്റ് വിറ്റു. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഐറ്റം എത്രയിന് വിൽക്കണം എന്നാണ് ചോദിക്കുന്നത്. സോ നമുക്കിത് എങ്ങനെ ചെയ്യാം? ഇത് സിമ്പിളായിട്ട് നമുക്ക് ആവറേജിന്റെ ആ കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യാം. അതായത് രണ്ടിനും കൂടിയിട്ട് 20% കിട്ടണം. ഒന്ന് മാത്രം 5% വിറ്റു, മറ്റെത്രയിനായിരിക്കും വെക്കേണ്ടത്? 35%-ആയിരിക്കില്ലേ? അപ്പോൾ 35 5 40/2 20% കിട്ടി. അപ്പോൾ മറ്റേത് 35% ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുക. അതായത് രണ്ടും കൂട്ടിയിട്ട് നമുക്ക് 20% കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തേത് മാത്രം എത്രയാ? ആദ്യത്തെ മാത്രം 5 കിട്ടിയത്. രണ്ടും കൂടിയിട്ട് ആവറേജ് 20% പ്രോഫിറ്റ് കിട്ടണം. ആദ്യത്തേന് 5% വിറ്റാൽ അടുത്ത 35% പ്രോഫിറ്റിന് വിൽക്കണം. രണ്ടിൻ്റെയും കോസ്റ്റ് പ്രൈസ് സെയിം ആണ്. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? അതായത് ആദ്യം എന്താ? 2 ഐറ്റവും 2,500. അപ്പോൾ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് എത്രയാ? 5%. 5%. ഇതിന്റെ 5% എത്രയാ? ആദ്യത്തെ 1 sold at profit of 5%. അപ്പൊ ഇതിന്റെ 5% എന്ന് പറയുന്നത് എത്രയാണ്? 125 പ്ലസ് വീണ്ടും ഇതിന്റെ എത്രയോ ശതമാനം, അത് നമുക്കറിയില്ല, എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? ഇതിന്റെ ടോട്ടൽ പ്രൈസ് ഓരോ ഒന്നിന് എത്രയാണ്? 2,500 എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണത്തിന് എത്രയാണ്? 5,000 അല്ലേ? 5,000ന്റെ 20% കിട്ടണമെന്നാണ് പറഞ്ഞത്. 5,000ന്റെ 20% എന്ന് പറയുന്നത് 1,000 ആണ്. 1,000 രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടേണ്ടത് ടോട്ടൽ. അപ്പം ആദ്യത്തെ മാത്രം നമ്മൾ 5% പ്രോഫിറ്റിനാകുമ്പോൾ 125 രൂപ കിട്ടി. അപ്പൊ രണ്ടാമത്തേന് എത്ര രൂപ കിട്ടണം? രണ്ടാമത്തേന് എക്സിന് എത്ര രൂപ വിൽക്കണം? നമ്മൾ 875 രൂപക്ക് വിൽക്കണം.
ക്ലിയർ? അപ്പോൾ ഇതിന്റെ എത്ര ശതമാനമാണ് 875 എന്ന് ഫൈൻഡ് ചെയ്താൽ മതി. എത്ര ശതമാനമാണ് 875? 2500 ഇൻറ്റു 100. സോ ഇവിടെ നമുക്ക് 35 കിട്ടും. ക്ലിയർ? അപ്പം ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇത് കുറച്ച് എക്സ്ട്രാ സ്റ്റെപ്പ് എടുക്കും. നമ്മൾ ഒന്നുമില്ല, ആവറേജ് ആണ്. ആദ്യത്തെ 5 കിട്ടി, രണ്ടാമത്തെ 35 കിട്ടിയാൽ ആവറേജ് 20 കിട്ടും. അപ്പോൾ 35 ആൻസർ. ഈ എക്സാമിന് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, പെട്ടെന്ന് ചെയ്യണം. അടുത്തത്, എ ഷോപ്പ് കീപ്പർ യൂസ് എ വെയിറ്റ് ഓഫ്, അതിപ്പോൾ ഇവിടെ ഫാൾസ് വെയിറ്റിൻ്റെ നമ്മൾ ആദ്യം ഒരു ഇക്വേഷൻ പറഞ്ഞു, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ പറയുന്നത് 950 ഗ്രാം ആണ്. 1 കിലോഗ്രാം 1 kg എന്ന് പറയുന്നത് നമുക്കറിയാലോ എത്രയാണ്? 1000 ഗ്രാം. അപ്പോൾ ഈ 1000 ഗ്രാം കൊടുക്കേണ്ടതിന് പകരം അയാൾ എന്ത് ചെയ്തു? 1000 എന്ന് പറഞ്ഞിട്ട് 950 ഗ്രാം കൊടുത്തു. ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കണ്ടേ, സപ്പോസ് നമുക്ക് 1 ഗ്രാമിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 1 രൂപയാണെങ്കിൽ 950 ഗ്രാമിൻ്റെ 950 ആണ്. 1 കിലോഗ്രാമിൻ്റെ 1000 രൂപയാണ്. അപ്പോൾ നമ്മൾ ഈ 1000 എന്ന് പറഞ്ഞിട്ട് വിറ്റ എത്രയിനാ? 1000 എന്ന് പറഞ്ഞിട്ട് 950 കൊടുത്തത്. അതായത് നമുക്ക് അവിടെ പ്രോഫിറ്റ് എത്ര കിട്ടിയേ? നമ്മൾ കോസ്റ്റ് പ്രൈസ് ശരിക്കും എത്രയാണ്? 950. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്തു? 1000 വിറ്റു. അതായത് 1000 രൂപയാണെന്ന് പറഞ്ഞിട്ട്, ശരിക്കും അപ്പോൾ 1000 കൊടുത്തത്, 1000 രൂപയാണെന്ന് പറഞ്ഞിട്ട് 1000 കൊടുത്തു, പക്ഷേ ശരിക്കും 950. അപ്പോൾ അവിടെ 50 രൂപ അയാൾക്ക് പ്രോഫിറ്റ് കിട്ടി. ഇനി ഇവിടെ പറഞ്ഞ എന്താണ്? സെല്ലിംഗ് ആർട്ടിക്കിൾ അറ്റ് ദ മാർക്കറ്റ് പ്രൈസ് വിച്ച് ഈസ് 15 എബോവ്. അതായത് എന്താ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? 15% എബോവ് കോസ്റ്റ് പ്രൈസ്. അതായത് ഇപ്പോഴത്തെ ശരിക്കും എത്രയാണ് കോസ്റ്റ് പ്രൈസ്? 1000 ആണ്. ഓക്കെ, അതിൻ്റെ 15% എബോവ് ആണ് കോസ്റ്റ് പ്രൈസ്. അതിൻ്റെ 15% എത്രയാണ്? 10% 100 15% 150. സോ 1150 ശരിക്കും മാർക്കറ്റ് പ്രൈസ്. നമ്മൾ വെയിറ്റ് നമ്മൾ നേരെ പ്രൈസിലേക്ക് മാറ്റി. ശരിക്കും ഇയാൾ എത്രയാ? അപ്പോൾ 1150 ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ശരിക്കും അയാൾ എത്രയിനാ? അയാൾക്ക് എത്ര എന്താ ചെലവ് വന്നത്? 950. അതായത് ഇവിടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 950, ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1150. അപ്പോൾ ഇവിടുന്ന് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടുന്ന് തന്നെ അയാൾക്ക് 200 പ്രോഫിറ്റ്. ഇതിൻ്റെ ഡിഫറൻസ് നോക്കിയേ, എത്രയിലാണ് പ്രോഫിറ്റ്? 950 ഇൻറ്റു 100. സോ ഇതും കട്ടായി, ബാക്കി 5 കൊണ്ട് ചെയ്യാം. 419. ഇനിയോ? അപ്പം 400 ഡിവൈഡ് ബൈ 19 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 21 ഡിവൈഡ് ഇൻറ്റു 21 1/19% ആണെന്ന് കിട്ടും. ക്ലിയർ? ഇങ്ങനെയാണ് കിട്ടാം. ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ ആദ്യം ചെയ്തത് 950 രൂപയുടെ, അതായത് 1000 രൂപേൻ്റെ സാധനം നമ്മൾ 950, അല്ലെങ്കിൽ എന്താ 950 രൂപേൻ്റെ സാധനം നമ്മൾ 1000 വിറ്റു എന്ന് വിചാരിക്കാം. ശരിക്കും 1000 വിൽക്കേണ്ടത്. അയാൾ എത്രയാ? 950 മാത്രമല്ലേ കൊടുത്തുള്ളൂ. അയാൾക്ക് ചിലവ് വന്നത് എത്രയാ? 950. പക്ഷെ അയാൾ കൊടുത്തത് 1000. സോ എന്താ? അവിടെ ഒരു 50 രൂപേൻ്റെ ലാഭം വന്നു. പിന്നെന്താണ്? ഈ 1000 സാധനത്തിന് 15% എന്താ മാർക്കറ്റ് പ്രൈസ് കയറ്റി കിട്ടും. അപ്പം 1100 കിട്ടി, 150 കിട്ടി. ശരിക്കും ഇയാൾക്ക് എത്രയാ ചെലവ് വന്നത്? കോസ്റ്റ് പ്രൈസ് 950. അയാളെ വിറ്റ് എത്രയാ? 1150. അപ്പോൾ ഇവിടുന്ന് ഡിഫറൻസ് കാണാം, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര കിട്ടും? 21 1/19 കിട്ടും പെർസെൻറ്റേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വെൻഡർ ബോട്ട് ബനാന അറ്റ് ദ റേറ്റ് ഓഫ് 6 for 10 rupees. അപ്പോൾ 6 ബനാന എത്രയാ? 10 രൂപക്ക് വാങ്ങി. അങ്ങനെയാണെങ്കിൽ ഒരു ബനാനൻ്റെ റേറ്റ് എത്രയാണ്? 10/6 ആയിരിക്കും. നമ്മൾ സാധാരണ ചെയ്യുന്നതല്ലേ, 10/6, അതായത് 5/3 ആയിരിക്കും. ഇനി അടുത്ത പറയുന്നത് എന്താണ്? ആൻഡ് സോൾഡ് ദം അറ്റ് ദ റേറ്റ് ഓഫ് 6 for, അതായത് 4 ബനാന 6 രൂപക്ക് വിറ്റു. അപ്പം ഇവിടെ സെല് ചെയ്യുമ്പോൾ എത്രയാ? ഒരു ബനാനക്ക് എത്രയാണ്? ഒരു ബനാനക്ക് എന്ന് പറയുന്നത് 6/4, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 3/2. ഇതാണ് ആദ്യത്തെ പ്രൈസ്, കോസ്റ്റ് പ്രൈസ്. ഇതാണ് സെല്ലിംഗ് പ്രൈസ്. 2 പ്രൈസും കിട്ടിയില്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടുന്ന് ഇനി ചോദിക്കുന്നത് വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഗെയിൻ ഓർ ലോസ്. അപ്പോൾ ഇപ്പോൾ ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതിലേതാ വലുത് നമുക്കിപ്പം അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സാധാരണ എന്ത് ചെയ്യുക? നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ, പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാൻ എന്താ? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. ഇങ്ങനെ ചെയ്യുമ്പോൾ മൈനസ് കിട്ടിയാൽ എന്താ? ലോസ് ആണ്. പ്ലസ് കിട്ടിയാൽ എന്താ? പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ
3/2 മൈനസ് 5/3. ഇവിടെ എന്ത് കിട്ടി? 3/2 മൈനസ് 5/3. അപ്പോൾ 9 മൈനസ് 10 ഡിവൈഡ് ബൈ 6 ഈക്വൽ ടു എന്താ? -1/6 എന്ന് കിട്ടും. ക്ലിയർ? അപ്പൊ എന്താ? മൈനസ് ആണ് കിട്ടിയത്. അപ്പോൾ ലോസ് ആണ് വരുന്നത്. ലോസ് ആണ്. ഇനി എന്താ ചെയ്യാ? ലോസ് കിട്ടി. അപ്പൊ ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്താ? ലോസ് എത്രയാണ്? 1/6 ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? ഇതാണ് കോസ്റ്റ് പ്രൈസ്. എത്രയാണ്? 5/3 എടുക്കാം, അല്ലെങ്കിൽ 10/6 എടുക്കാം. അപ്പോൾ 10/6 എടുത്താൽ 6 ക്യാൻസലായി. ഇനി ഇൻറ്റു 100 ചെയ്യണം. സോ ഇവിടുന്ന് എന്ത് കിട്ടും? 1/10 ഇൻറ്റു 100. ദാറ്റ്സ് ഈക്വൽ ടു എന്താ? 10% ലോസ് ആണ് വരിക. 10% ലോസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നെക്സ്റ്റ്, എ മാൻ പർച്ചേസ്ഡ് 20 ഡസൻ മാംഗോസ്. അപ്പോൾ 20 ഡസൻ മാംഗോ എന്താ? എത്ര റേറ്റിനാണ് വാങ്ങിയത്? 1000 രൂപയ്ക്കാണ് 20 ഡസൻ മാംഗോ വാങ്ങിയത്. ഔട്ട് ഓഫ് ദിസ് 40 മാംഗോസ് വെർ റോട്ടൺ, കുഡ് നോട്ട് ബി സോൾഡ്. അതായത് എന്താ? 40 എണ്ണം മോശമായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സെല് ചെയ്യാൻ പറ്റില്ല. അറ്റ് വാട്ട് റേറ്റ് പെർ ഡസൻ ഷുഡ് ഹി സെൽ ദ റിമൈനിങ് മാംഗോ ടു മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 30%? 30% പ്രോഫിറ്റ് ഉണ്ടാക്കണം. അപ്പോൾ 20 ഡസൻ ആണുള്ളത്. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 12. സോ ടോട്ടൽ എത്രയാണുള്ളത്? 20 × 12. അത്രയാണ് ടോട്ടൽ ഉള്ളത്. ഈക്വൽ ടു എത്രയാണ്? 20 × 12 എന്ന് പറഞ്ഞാൽ 240. 240 മാംഗോസ് ആണ് 1000 രൂപയ്ക്ക് വിൽക്കുന്നത്. 240 മാംഗോ. അപ്പോൾ ഈ 240 മാംഗോ 1000 രൂപയ്ക്ക് വിറ്റു. ഇവർക്ക് എത്ര വേണം? പ്രോഫിറ്റ് വേണം. 30% പ്രോഫിറ്റ് വേണം. അപ്പോൾ ഇതിന്റെ പ്രോഫിറ്റ്, അതായത് ഇപ്പൊ 1000 രൂപക്കാണ് മാൻ പർച്ചേസ് ചെയ്തത്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. പ്രോഫിറ്റ് എത്രയാ? ഇതിന്റെ 30% കോസ്റ്റ് പ്രൈസ് എന്താ? പ്രോഫിറ്റ്. 30% പ്രോഫിറ്റ് വേണം. അപ്പോൾ 1000ന്റെ 30 എത്രയാണ്? 300. സോ 1300 രൂപക്ക് വിൽക്കണം. 1300 രൂപക്ക് വിൽക്കണം. ക്ലിയർ? അപ്പൊ ഈ 1300 രൂപക്ക് വിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്താ ചോദിക്കുന്നത്? അറ്റ് വാട്ട് റേറ്റ്? അതായത് 1300 രൂപക്ക് വിൽക്കണമെങ്കിൽ ഓരോന്നിനും ഇതിനും എത്രയാണ് കൊടുക്കേണ്ടതെന്ന്, ഓരോ ഡസനും എത്രയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്നു. സോ ഇവിടുന്ന് നമ്മൾ ഈ 40 എണ്ണം കുറക്കണം. കാരണം 40 എണ്ണം വിൽക്കാൻ പറ്റില്ല. നമ്മൾ ശരിക്കും എത്രയാ? 200 എണ്ണം 1300 വിൽക്കുന്നത്. ക്ലിയർ? 200 എണ്ണം. അപ്പൊ എത്ര ഡസൻ? 200/12 ചെയ്താൽ ഡസൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു ഡസന് എത്രയായിരിക്കും? ഒരു ഡസന് എത്രയായിരിക്കും എന്ന് വെച്ചാൽ എന്താ? 1300. ഇത് നേരെ അപ്പുറം കൊണ്ടുപോവാ. സോ ഇൻറ്റു 12 ഡിവൈഡ് ബൈ 200. സോ ഇതും ക്യാൻസലായി. ഇതും 6 കിട്ടി. എത്ര കിട്ടി? 13 × 6 60ഉം 18ഉം 78 രൂപക്ക് വിൽക്കാം. ഒരു ഡസൻ 78 രൂപക്കാണ് വിൽക്കേണ്ടത്. ക്ലിയർ? ഒരു ഡസന് 78 രൂപ. സിമ്പിൾ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്താ? പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്യാം. അടുത്ത നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിളാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇതിൽ ബേസിക് ആയിട്ടുള്ള എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പിള്, അതായത് പ്രിൻസിപ്പിൾ ഇൻറ്റു റേറ്റ് ഇൻറ്റു ടൈം ഡിവൈഡ് ബൈ 100 ആണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ ചെയ്യുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എന്താ? എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് എന്ന് പറയുന്ന പ്രിൻസിപ്പിളും അതിൻ്റെ കൂടെ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടിയതും കൂടിയാൽ ഫൈനൽ എമൗണ്ട് ആവും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ബി ദ ഇൻട്രസ്റ്റ് ഓഫ് എത്രയാ? 6250 ഫോർ 3 years ഇഫ് ഇൻട്രസ്റ്റ് എന്താ? അക്യൂസ് എത്രയാ? 12%. അപ്പോൾ ഇൻട്രസ്റ്റ് 12% ആണ്. അതായത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ എന്താ? 6 എന്ന് പറയുന്നത് 12%. എത്രയാണ്? 3 വർഷത്തേക്കാണ്. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ ഈക്വൽ ടു എന്താ? PRT/100. നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതി ചെയ്യാം, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇക്വേഷൻ എഴുതി ഒരു പ്രോബ്ലം മാത്രം നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യാം. PRT/100 എന്താ? 6250 ഇൻറ്റു 6 എത്രയാണ്? 12 ഇൻറ്റു എത്രയാണ്? ടൈം 3 ഡിവൈഡ് ബൈ 100. സോ ഇതും കട്ടായി. പിന്നെന്താ? 5 കൊണ്ട് ചെയ്യുമ്പോൾ 2 കിട്ടി. 1 2 5. ക്ലിയർ? 6. സോ ഇത് നമുക്ക് കിട്ടുന്നത് 2250 ആണെന്ന് കിട്ടും. പക്ഷേ ഇത്രയൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ? സിമ്പിളായിട്ട് നമുക്കറിയാം എന്താണ്? ഒരു വർഷം 12% ആണെങ്കിൽ 3 വർഷത്തേക്ക് എത്ര കിട്ടും? 12 × 3%. 12 × 3 എത്രയാണ്? 36% ടോട്ടൽ കിട്ടുക. സോ നമ്മൾ ഇതിൻ്റെ 36% കാണാം. സോ 6250 ഇൻറ്റു 36%.
സോ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആൻസർ ആയി. സോ എന്താ ഇതും ക്യാൻസലായി. 18 എന്ത് കിട്ടി? പകുതി ചെയ്യുമ്പോൾ 18 50 കിട്ടി. പിന്നെന്താ ഇതും ക്യാൻസലായി. 5 ചെയ്തു 125. സോ നേരത്തെ ചെയ്ത പോലെ തന്നെ 2250. ഇക്വേഷൻ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം. സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, വാട്ട് ഇസ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ എത്രയാ? 2400 ഇൻ 4 years 6 months. അപ്പോൾ 4 years 6 months കാര്യമാണ് ചോദിക്കുന്നത്. അറ്റ് ദ റേറ്റ് ഓഫ് 4.5%. 4 വർഷം 4 year പ്ലസ് 6 months. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 4 വർഷമുണ്ട് പ്ലസ് 6 months എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അല്ലെ ഇങ്ങനെ എഴുതാം 1/2. അപ്പോൾ 4.5 വർഷം എന്ന് പറഞ്ഞാൽ 9/2 ഇയേഴ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളോട് ചോദിച്ചാൽ എന്താണ്? ഇവിടെ ചോദിച്ചു 4.5 വർഷത്തേക്ക് എത്രയാണ് ഇതിന് ഇൻട്രസ്റ്റ് കിട്ടുക? ക്ലിയർ? 4 വർഷത്തേക്കാണെങ്കിലോ 4 വർഷത്തേക്ക് എത്ര കിട്ടും? 4.5%, 4.5%. 4 വർഷത്തേക്കാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 2 വർഷത്തേക്ക് 9, 4 വർഷത്തേക്കാണ് 18% കിട്ടും. ഇനി 4.5%, അതിന് 0.5% എത്രയാണ്? 4.5%ന്റെ ഒരു 4.5% എന്ന് പറയുന്നത് 1 വർഷത്തേക്കാണ്. അപ്പോൾ ഇതിന്റെ പകുതി അര വർഷത്തേക്ക് 6 മാസത്തേക്ക് എത്രയായിരിക്കും? ഇതിന്റെ പകുതി ആയിരിക്കും 2.25. സോ ഇത് നമുക്ക് ടോട്ടൽ കിട്ടുക 20.25 ആണ് നമുക്ക് ടോട്ടല്. ഇത്രയും ശതമാനമായിരിക്കും നമുക്ക് എന്താ ഇൻട്രസ്റ്റ് ആയി കിട്ടുക. 4.5 വർഷം കൊണ്ട് 20.25% ഇൻട്രസ്റ്റ് ആയി കിട്ടുക. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തേ? സിമ്പിൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ, അതായത് 2400ന്റെ 20.25 ഫൈൻഡ് ചെയ്താൽ മതി. 2400ന്റെ എത്രയാണ്? 20% എത്രയാണ്? 10% എത്രയാണ്? 240. 20% 480. 20%. ഇനി ഇതിന്റെ 1% എത്രയാണ്? 24. 0.5% എത്രയാണ്? 12. അതിന്റെ പകുതിയാണ് 0.25, 6. സോ 486. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? അതായത് ഞാൻ 20%, ഇതിന്റെ 20% കണ്ടുപിടിച്ചിട്ടുണ്ട്. 240.0. 2400ന്റെ 20.25% കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ഞാൻ 20% കണ്ടുപിടിച്ചു. എത്ര കിട്ടി? 10% 240. 20% 480. ഇനിയോ 1% എത്രയാണ്? 1% എന്ന് പറയുന്നത് 24. 0.5% എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 0.5% 50% എന്ന് പറയുന്നത് 12. 0.25% എന്ന് പറയുന്നത് ഇതിന്റെ പകുതി 6. അപ്പോൾ 6 ഇതിന്റെ കൂടെ കൂട്ടുമ്പോൾ 486 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ? നെക്സ്റ്റ് 15ാമത്തെ, ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫ്രം. ഇവിടെ നമ്മൾ എന്താ ഡേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്താ 5th February 2017 മുതൽ എത്രയാണ്? 19th April 2017 വരെയാണ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ എത്ര ഡേയ്സ് ഉണ്ടാവും? ഫെബ്രുവരിയിൽ ബാക്കി എത്രയാ? 28 ഡേ ഉണ്ട്, ബാക്കി 23 ഡേ ഉണ്ട്. പ്ലസ് മാർച്ചിൽ 31, പ്ലസ് ഏപ്രിലിൽ ഇവിടെ 19 കൊടുത്തിട്ടില്ല, 19. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താ 70 3 73 ഡേയ്സ് ആണ് ഉള്ളത്. ടോട്ടൽ 73 ഡേയ്സ് ആണ് ഉള്ളത്. നമ്മൾ ഇക്വേഷൻ എഴുതാം. SI സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ PRT/100. ക്ലിയർ? ഇവിടെ പി എത്രയാണ്? പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എത്രയാണ്? പ്രിൻസിപ്പൽ എത്രയാ? 5000 ഇൻറ്റു ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? ഇതാണ് 6.25 ഇൻറ്റു എത്ര ഡേയ്സിനാണ്? അതായത് ഒരു വർഷം എത്ര ഇയറിനാണ് ഈ ഡേയ്സ്, എന്താ ടൈം എന്ന് പറഞ്ഞ ഇയറിനാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇതാ ഇവിടെ ഡേയ്സ് ആണ് കൊടുത്തിട്ടില്ലേ. സോ ഇതിന് ഇയറിലേക്ക് മാറ്റാൻ 73/365 ഡേയ്സ് എന്ന് കൊടുക്കാം. ഇത് ഇയർ ആയി. ക്ലിയർ? അപ്പോൾ 73/365. പിന്നെ ഈ ഒരു 100 കൂടെ ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത ആൻസർ ആയി. ഇത് കട്ട് ചെയ്തു. ക്ലിയർ? അപ്പോൾ 50 ഇൻറ്റു പിന്നെന്താ, അല്ലെങ്കിൽ വേണ്ട, നമ്മളിത് കട്ട് ചെയ്യണ്ട. എന്ത് ചെയ്യുക? ഈ 2 0 ഇങ്ങോട്ട് പോയി. സോ എന്താ 50 625 ഇൻറ്റു 73/100 ഇൻറ്റു 365. ക്ലിയർ? ഇനി എന്ത് ചെയ്യാം? ഇത് ക്യാൻസൽ ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം? അപ്പോൾ ഇവിടെ 2 കിട്ടും. 625 365 5 കൊണ്ട് ചെയ്താൽ എന്ത് കിട്ടും? 125. ഇതെന്ത് കിട്ടും?
73. സോ 73 ക്യാൻസൽ ആയി. റിമൈനിങ് എന്താണ്? 125/2 എന്താണ്? 62.5. 62.5 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എത്രയാണ്? നമ്മൾ 15 ക്വസ്റ്റ്യൻ ചെയ്തു. അടുത്തത് ഡിവൈഡ് 6,600 into 2 parts such that simple interest received on the first part at the rate of 10% per annum for 3 years is equal to the simple interest received on second part 9% per annum for 4 years. So ഇവിടെ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? നമ്മൾ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ദാറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് into 2 parts such that simple interest received on the 10% for equal to the per annum. അപ്പോൾ നമ്മളിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താ? രണ്ട് സിമ്പിളും രണ്ട് എത്ര പാർട്ടാണ്, അതായത് ഓരോ പാർട്ടും രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് ആ രണ്ട് പാർട്ട് ഫൈൻഡ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് പാർട്ടിന് നമ്മൾ എക്സ് ആണെന്ന് വിളിക്കാം. ഇത് ഫസ്റ്റ് പാർട്ടാണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്തായിരിക്കും? സെക്കൻഡ് പാർട്ട് ടോട്ടൽ എന്ന് പറയുന്നത് 6600. ഫസ്റ്റ് പാർട്ടിന് നമ്മൾ എക്സ് കൊടുത്താൽ സെക്കൻഡ് പാർട്ട് 6600 മൈനസ് എക്സ് അല്ലേ? 6600 മൈനസ് എക്സ് ആണ് സെക്കൻഡ് പാർട്ട്. ഇനി ഇവിടെ പറഞ്ഞു എന്താണ്? ഫസ്റ്റ് പാർട്ട് നമ്മൾ 30%, അതായത് 10% പ്രോഫിറ്റിന്, അതായത് ഫസ്റ്റ് പാർട്ട് നമുക്ക് 10% പ്രോഫിറ്റ് കിട്ടി. 3 വർഷം ഓരോ വർഷവും റേറ്റ് എത്രയാണ്? 10% ആണ്. അങ്ങനെ 3 വർഷം കൂടുമ്പോൾ 30%. സോ എക്സ് എന്നതിന് നമുക്ക് 30% പ്രോഫിറ്റ് കിട്ടും എന്ന് പറയുന്നത് എന്തിനാണ് ഈക്വൽ ആണ് എന്ന് പറയുന്നത്? എന്താ? സെക്കൻഡിന്റെ എത്രയാ? 9% 3 വർഷം ഇട്ടാൽ അതിന് ഈക്വൽ ആണ്. സോറി, 4 ഇയേഴ്സ്. ക്ലിയർ? 9% 4 ഇയേഴ്സ് ഇട്ടാൽ അത്രയും അതിന് സെയിം ആണ്. അതായത് സെക്കൻഡ് 6600 മൈനസ് എക്സ്, ഇതാണ് സെക്കൻഡ് എമൗണ്ട്. അത് 9% 4 വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൽ വെച്ചാൽ ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ എന്താണ്? 4 × 9 എത്ര കിട്ടും? 45. 4 × 9 36 ഡിവൈഡ് ബൈ 100. ഇങ്ങനെയാണ് കിട്ടുക. ക്ലിയർ? ഇതും ക്യാൻസലായി. ഇതും ക്യാൻസൽ ചെയ്യാം. ഇവിടെ എത്ര കിട്ടും? 3 കൊണ്ട് ചെയ്താൽ 10 കിട്ടും. 3 കൊണ്ട് ചെയ്താൽ 12 കിട്ടും. 5 6. ക്ലിയർ? അപ്പോൾ 5x = 6600 into 6 minus 6x. ക്ലിയർ? ഇങ്ങനെ കിട്ടും. ഇനി ഇവിടുന്ന് എക്സ് രണ്ടും ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം. 11x = എന്താ? 6600 into 6. x = എന്താ? 6600 into 6 divided by 11. സോ ഇതും ക്യാൻസലായി. എന്താ? ഇവിടെ 6 കിട്ടും. സോ 6 × 6 36 20. ഇതാണ് നമുക്ക് എന്ത് കിട്ടുക? എക്സിന്റെ വാല്യൂ കിട്ടും. എക്സിന്റെ വാല്യൂ ഇത്ര കിട്ടിയാൽ എന്താ? സെക്കൻഡ് എന്ത് കിട്ടും? 6600 മൈനസ് 3600 ഈക്വൽ ടു 3000 കിട്ടും. സോ 2 വാല്യൂം കിട്ടിയില്ലേ? 2 വാല്യൂം കിട്ടി. സോ ഇത്രയും സ്റ്റെപ്പ് ഇപ്പം ഞാൻ എഴുതുമ്പോൾ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും സ്റ്റെപ്പ് എഴുതാൻ നിൽക്കരുത്. പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A sum of money was invested at a certain rate of simple interest per annum for a period of 4 years. അപ്പോൾ 4 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. At the rate of simple interest per annum 2% more, the sum invested would have earned a total of 640 more. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? 2 വർഷം, അതായത് a sum of money was invested at a certain rate of interest per annum for 4 years. അതായത് 4 വർഷത്തേക്ക് എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ എന്ത് പറയുന്നു? 2% കൂടുതൽ കിട്ടിയാൽ, 2% ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ കിട്ടിയാൽ ഈ 4 വർഷത്തേക്ക് എന്താ? 640 രൂപ കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് 2% മോർ ആണെങ്കിൽ 4 ഇയേഴ്സിന് 640 രൂപ എക്സ്ട്രാ കിട്ടും. ക്ലിയർ? അപ്പോൾ ഒരു വർഷത്തേക്ക് എത്ര കിട്ടും? 4 വർഷത്തേക്കാണ് 640 രൂപ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്ക് 640/2 ഈക്വൽ ടു 160 രൂപ എക്സ്ട്രാ കിട്ടും. 160 രൂപയാണ് എക്സ്ട്രാ കിട്ടുന്നത്. ക്ലിയർ? ഒരു വർഷത്തേക്ക് 2% ഇൻക്രീസ് ചെയ്താൽ 160 രൂപ കിട്ടും. അതായത് എന്താ? ഈ 2% എന്ന് പറയുന്നത് എന്താണ്? 160 ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 1% എന്ന് പറയുന്നത് എത്രയാണ്? 80 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? 100%
100% എന്ന് പറയുന്നത് എത്രയാണ്? 2 8,000 ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞത് എന്താണ്? സം ഓഫ് മണി ഇൻവെസ്റ്റഡ് അറ്റ് എ സെർട്ടൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം എന്നാണ് 4%. ഒരു എമൗണ്ട് എന്താ 4 ഇയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ക്ലിയർ? എത്ര പെർസെൻറ്റേജ് ആണെന്ന് അറിയില്ല. ഒരു എമൗണ്ട് 4 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ഇനി അതല്ല, എന്താ ആ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 2% കൂടുതൽ കിട്ടിയാൽ, ഇപ്പം നമുക്കറിയില്ല, ഇപ്പം 6% ആണെങ്കിൽ അതിൻ്റെ കൂടെ 2% അധികം കിട്ടിയാൽ എന്താണ്? നേരത്തെ ഉള്ളതിനേക്കാളും ഇപ്പൊ കിട്ടിയ ഇൻട്രസ്റ്റിനേക്കാളും എത്ര കൂടും? 640 കൂടുന്നാണ് പറയുന്നത് 4 വർഷത്തേക്ക്. അപ്പോൾ 4 വർഷത്തേക്ക് അപ്പൊ ഈ 2% എന്ന് പറയുന്നത് എന്താ? 4 വർഷത്തേക്ക് 2% എന്ന് പറയുന്നത് 640 ആണ്. അപ്പൊ 640/4 ചെയ്താൽ 2% എത്രയാണെന്ന് കിട്ടും? 160 ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? കോസ്റ്റ് പ്രൈസ്, അതായത് എന്താ? ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്. കോസ്റ്റ് പ്രൈസ് അല്ല, ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്. അത് 100% അല്ലേ? അതെന്ന് പറയുന്നത് എത്രയായിരിക്കും? 8,000 ആയിരിക്കും. ക്ലിയർ? അടുത്തത്, സുരേഷ് ബോറോഡ് 80,000 അറ്റ് 24% per annum simple interest and Ramesh borrowed 91,000 20% annum simple interest. In how many years will their amount of debts be equal? അപ്പോൾ അവരുടെ ഡെപ്റ്റ്സ് എപ്പോഴാണ് ഈക്വൽ ആവുന്നതെന്ന് പറയുന്നത്. സോ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാം? നമുക്ക് വേണമെങ്കിൽ ഇക്വേഷനൈസ് ചെയ്യാം. അതായത് പ്രിൻസിപ്പള് ആദ്യം ഫസ്റ്റത്തെ ആള് വാങ്ങിയത് പ്ലസ് അയാൾക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് P1 N1 R1 T ഡിവൈഡ് ബൈ 100 എന്ന് പറയുന്നതും, രണ്ടാമത്തെ ആള് എത്രയാണ്? P2. അയാൾ P2 ആണ് വാങ്ങിയത്, പ്ലസ് അയാൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? P2 R2. പിന്നെ ഈ ടൈം രണ്ടിലെയും സെയിം ആണ്. രണ്ടാളും ഒരേ ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബാക്കിയാണ് മാറ്റം വരുന്നത്. ക്ലിയർ? അപ്പോൾ ഫസ്റ്റത്തെ ആള് എന്ന് പറയുന്നത് എത്രയാണ് ബോറോ ചെയ്തത്? 80,000 പ്ലസ് 80,000 ഇൻറ്റു ആർ എന്ന് പറയുന്നത് എത്രയാണ്? 24% വാങ്ങിയത്. ടൈം നമുക്കറിയില്ല, അങ്ങനെ ഇട്ടു ബൈ 100. ഇവിടെ എത്രയാണ്? 91,000 ഇൻറ്റു 91,000. ആർ എത്രയാണ്? 20% ഇൻറ്റു ടി ഡിവൈഡ് ബൈ 100. സോ എന്താ? ഇതും ക്യാൻസൽ ചെയ്ത് കളയാം. ക്ലിയർ? പിന്നെന്താ? ഇതും ഇൻറ്റു ആയതുകൊണ്ട്, പ്ലസ് അല്ല, ഇത് പ്ലസ് ആണ്. സോ അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. പ്ലസ് ആയതുകൊണ്ട് നമുക്ക് രണ്ട് സൈഡും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ നടുക്ക് പ്ലസ് ആണ്. ഞാൻ ഇൻറ്റു എന്ന് വിചാരിച്ചിട്ടാണ് കട്ട് ചെയ്ത്. പ്ലസ് ആയാൽ നമുക്കത് ക്യാൻസൽ ചെയ്ത് മാറ്റാൻ പറ്റില്ല. ഇങ്ങനെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഈ 0 പോയി, ഈ 0യും പോയി. ക്ലിയർ? ഇനി എന്താ? 80,000 91,000 ഇതിൻ്റെ ഡിഫറൻസ് എന്ത് കിട്ടും? അതായത് ഈ 80,000 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 91,000 ഡിവൈഡ് ബൈ 80,000 11,000 കിട്ടും. ഇനി ബാക്കി ഈ ടൈമിനെ ഫുള്ള് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതായത് ഇവിടെ കിട്ടുന്നത് എന്താണ്? 80 × 24. 80 × 24 എത്ര കിട്ടും? 80 × 20 ചെയ്താൽ 160. 4 ചെയ്താൽ 32 കൂടെ 192. പിന്നെ 2 0യും കിട്ടും. അത്രയും ടി മൈനസ് ഇതിങ്ങോട്ട് വന്നല്ലോ. 91 × 2 182 മൈനസ് 182. പിന്നെന്താ? ഒരു 0 അല്ലേ? 2 0. ഇത്രയും ടി. ഇത് ഡിഫറൻസ് എത്രയാ? 1000 ആണ് കേട്ടോ. 1000 ടി ഈക്വൽ ടു 11,000. അപ്പോൾ ടി എന്ന് പറയുന്നത് എന്താണ്? 11 ഇയേഴ്സ് ആണ്. 11 ഇയേഴ്സ്. ഓക്കെ, ടി എന്ന് പറയുന്നത് 11 ഇയേഴ്സ്. അപ്പം ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നോക്കാം. ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റൻ ആണ് കോമ്പൗണ്ടിൽ വരുന്നത്. ഇതിൽ നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട ഇക്വേഷൻ ഇതാണ്. എമൗണ്ട്, ഫൈനൽ എമൗണ്ട് എന്ന് പറയുന്നത് എന്താ? പി പ്രിൻസിപ്പൽ ഇൻറ്റു 1 + R/100 ആണ്. n എന്ന് പറഞ്ഞാൽ എത്ര ഇയേഴ്സിനാണ് എന്ന് നോക്കണം. ഇനി അതുപോലുള്ള ഒരു ഇക്വേഷൻ ആണ്. ചിലപ്പോൾ എന്താ? ഹാഫ് ഇയർലി, ക്വാർട്ടർലി അങ്ങനെയൊക്കെ തരും. അതായത് ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷത്തേക്ക് ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടെ 2 എന്ന് എഴുതണം. 1 ഇയറിന് പകരം 2 ഇയർ 2. അതായത് ഇവിടെ നമ്മൾ 1 ഇയറിന് എഴുതി. ഇനി ഹാഫ് ഇയർലി ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് നോക്കിയാൽ എന്താ? ഇവിടെ 2 ആക്കണം. ഇൻട്രസ്റ്റ് റേറ്റ് നേരെ പകുതിയാക്കണം. അതായത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 8% പെർ ഇയർ 8% ആണ് ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതും? 8ന് പകരം 8 എഴുതും, ഇൻട്രസ്റ്റ് n ന് പകരം 1 എഴുതും. ഇനി ഈ സെയിം കാറ്റഗറിയിൽ
ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹാഫ് ഇയർലി ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഇൻട്രസ്റ്റ് ഇവിടെ ഇതിന് പകരം നമ്മൾ 8/2 ഹാഫ് ഇയർലി കാൽക്കുലേറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ 5/2 4 എഴുതുക. അപ്പോൾ 4 എഴുതുമ്പോൾ ഹാഫ് ഇയർലി ഒരു വർഷത്തേക്കാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ അരമാസം പിന്നത്തെ അരമാസം. സോ ടോട്ടൽ ഇവിടെ 2 എന്ന് എഴുതാം. എന്നിന് പകരം ഇവിടെ 2 എന്ന് എഴുതാം. ക്ലിയർ? അപ്പോൾ 4/100 2 എന്ന് വരും. ക്ലിയർ? അത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, നമ്മൾ ക്ലാസ് പഠിച്ചാണ്. അടുത്ത നമുക്ക് എന്താ ഫൈനൽ എമൗണ്ട് കിട്ടിയാൽ ഇപ്പോൾ ഫൈനൽ എമൗണ്ട് എക്സ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ബോറോ ചെയ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ക്ലിയർ? ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ സം ഓഫ് മണി ഇൻവെസ്റ്റഡ് അറ്റ് 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പെർ ആനം എമൗണ്ട് എത്രയാണ്? ഇത്രയാവും. ഇൻ 2 years ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ആനുവലി. വാട്ട് ഈസ് ദ സം ഇൻവെസ്റ്റഡ്? അപ്പോൾ കണ്ടോ, നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്ത സം എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സിമ്പിളാണ്. എമൗണ്ട് ഈക്വൽ ടു പി ഇൻറ്റു 1 + R/100 ആണ് നമ്മൾ 100/n. അപ്പോൾ ഇവിടെ നമ്മൾ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ഫൈനൽ എമൗണ്ട് ആണ് പറയുന്നത്. എത്ര? 10,164 ആണ് കിട്ടുക. പ്രിൻസിപ്പൾ ആണ് നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തത്. സോ നമ്മൾ ഇക്വേഷൻ എന്താണ്? പ്രിൻസിപ്പൾ എമൗണ്ട് ബോറോഡ്. സോ ഇവിടെ ഇതാണ് കേട്ടോ, എമൗണ്ട് ബോറോഡ് എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൾ ആണ്. സോ നേരത്തെ ഒരു കൺഫ്യൂഷൻ വന്നുകൊണ്ടാണ്. ഇത് ടോട്ടൽ ഫൈനൽ എമൗണ്ട്. ക്ലിയർ? ഫൈനൽ എമൗണ്ട് ബോറോഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വാങ്ങിയ പ്രൈസ്, അതായത് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് A/, ഇതാണ് കിട്ടുക. ക്ലിയർ? അതായത് ഈ ഇക്വേഷൻ നേരെ തിരിച്ചു എഴുതി, അത്രേ ഉള്ളൂ. കൂടുതൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നോക്കിയാൽ പി എന്ന് പറയുന്നത് എന്താ? പ്രിൻസിപ്പൾ, ആദ്യത്തെ എമൗണ്ട് ബോറോ ചെയ്തത്. പിന്നെന്താ? 1 + 10/10 ആണ് ഇവിടുത്തെ പെർസെൻറ്റേജ്, /100. നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. all/2 ആണ് കിട്ടുക. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? പി ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 11/10² കിട്ടും. അപ്പോൾ 11/100 10 × 11/10 ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇവിടെ നമുക്ക് പി ചെയ്യാം, പി കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? പി ഒക്കെ ഇത് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ 10% ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആകുമ്പോൾ ആദ്യത്തെ വർഷം 10% ആയിരിക്കും, രണ്ടാമത്തെ വർഷം 10% ആയിരിക്കും. ഇങ്ങനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റിൽ കിട്ടുക. ഇനി അതല്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമ്മൾ 2 വർഷത്തേക്ക് 10% വെച്ചാൽ ആദ്യത്തെ വർഷം 10% കിട്ടും, രണ്ടാമതും ഈ 10 എഴുതാം. പക്ഷെ അതിൻ്റെ കൂടെ ഈ ആദ്യത്തെ വർഷം കിട്ടിയ 10%ൻ്റെ 10% കൂടി എഴുതണം. സോ ഇതിൻ്റെ 10% എത്രയാണ്? 1. സോ ടോട്ടൽ നമുക്ക് എത്രയാ? 21% നമുക്ക് എന്താ ഇൻട്രസ്റ്റ് കിട്ടുക 2 വർഷത്തേക്ക്. സോ ഇതിൻ്റെ 21% നോക്കിയാൽ മതി. ക്ലിയർ? ഇതിൻ്റെ 21%, അതായത് 21% കൂടിയിട്ട് ലാസ്റ്റ് എമൗണ്ട് എത്ര കിട്ടും? അതായത് ഇതെന്ന് പറയുന്നത് ഇതെന്താ? നമുക്ക് ലാസ്റ്റ് കിട്ടിയ എമൗണ്ട് അല്ലേ? അപ്പോൾ അതായത് ഇതെന്ന് പറയുന്നത് 121% ആയിരിക്കും. അതായത് നമ്മുടെ പ്രിൻസിപ്പളും ഈ ഇൻട്രസ്റ്റും, അതായത് ആദ്യം നമ്മളെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് എത്രയാ? 100 ആയിരിക്കും. അതിൻ്റെ കൂടെ ഈ ഇൻട്രസ്റ്റ് കൂട്ടിയിട്ട് 121% ഈ തന്ന പൈസ എത്രയാണ്? 11,164. നമുക്ക് കണ്ടെന്താ? ഇനിഷ്യൽ പ്രൈസ് മാത്രം 100 ആണ് നമുക്ക് കാണേണ്ടത്. 11,164 / 121 × 100 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ? അപ്പോൾ ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിളായി കണ്ടുപിടിക്കാമല്ലോ. ഇത് കട്ട് ചെയ്താൽ മതി. അതായത് ഇതും എങ്ങനെ കട്ട് ചെയ്യാം? ഇതും കട്ട് ചെയ്താൽ 121 × 8 ചെയ്യുമ്പോൾ നമുക്ക് 968 കിട്ടും. സോ ഇവിടെ എന്താ? 8 കിട്ടും. ഇനി റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ നമുക്ക് കിട്ടുക 48 ആണ്. ഇവിടെ ഒരു 4 ഉണ്ട്, 454. അപ്പോൾ 121 × 4 ചെയ്താൽ അത് കിട്ടും. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 84, പിന്നെ ഈ 2 0. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് കിട്ടുന്നത്. ക്ലിയർ? അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് കോമ്പൗണ്ട് കാണാൻ നമ്മൾ ഈ മെത്തേഡ് എടുക്കാം. ആദ്യം 10, രണ്ടാമത് 10 ഉണ്ട്, ആദ്യം കിട്ടിയ 10ൻ്റെ 10%. സോ ടോട്ടൽ 21% കിട്ടും അല്ലേ? പിന്നെ നമ്മളെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് 100% ആണ്. ഇൻട്രസ്റ്റ് കിട്ടി 21%. ടോട്ടൽ 121% നമുക്ക് ഫൈനൽ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട്. ആ എമൗണ്ട് എന്ന് പറയുന്നതാണ് 11,164. നമുക്കെന്താ? ആദ്യം ഉണ്ടായ എമൗണ്ട് മാത്രം, അതായത് 100 മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിനുള്ള എന്താ സിംപ്ലിഫിക്കേഷൻ ആണ് ഇത്. സോ 8,400 ആണ് ആൻസർ കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ. എ ടേക്സ് എ ഫിക്സ്ഡ് എമൗണ്ട് ഫ്രം എ ബാങ്ക്. അപ്പോൾ എ ബാങ്കിൽ നിന്ന് എമൗണ്ട് എടുത്തു. എത്രയാണ്? ഫിക്സ്ഡ് എമൗണ്ട് ആണ്. അപ്പോൾ എന്താ കിട്ടി? അറ്റ് ദ റേറ്റ് ഓഫ് 8% ഇൻട്രസ്റ്റ് ഇൻ വിച്ച് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലിയാണ് കോമ്പൗണ്ട്.
കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഇഫ് ഹി പെയ്ഡ് എത്രയാണ് 1,96,6,851 ആഫ്റ്റർ 1 ഇയർ ആൻഡ് 1.5 ഇയർ ഫൈൻഡ് ദ പ്രിൻസിപ്പൽ. പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എത്രയാണ് എടുത്തതെന്ന്. ക്ലിയർ? അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഹാഫ് ഇയറിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ 8% തന്നാൽ നമ്മൾ എന്താ 4% എടുത്താൽ മതി. 1.5 വർഷത്തേക്കാണ്. 1.5 വർഷത്തേക്കാണെങ്കിൽ ആദ്യം 4, വീണ്ടും 4, വീണ്ടും 4. ഇനി ഈ 4ന്റെ 4%. 4ന്റെ 4% എന്ത് കിട്ടും? 0.14. ഇവിടെ നോക്കിയാൽ ഇതിന് തൊട്ട് മുന്നേയുള്ള വാല്യൂസിന്റെ ഒക്കെ 4%. ആദ്യം ഇതിന്റെ 4% 0.16. ഇതും അടുത്ത് ഇതിന്റെ 0.16. ഇനി ഇതിന്റെ 4% കണ്ടുപിടിച്ചാൽ വീണ്ടും ചെറിയൊരു വാല്യൂ കിട്ടും. എന്ത് കിട്ടും? 0.0064 അങ്ങനെ എന്തോ വാല്യൂ കിട്ടും. സോ ടോട്ടൽ നോക്കിയാൽ ഇത് 3 കൂട്ടിയാൽ 12, ഇത് 3 കൂട്ടിയാൽ നമുക്ക് ചെറിയൊരു വാല്യൂ കിട്ടും. എന്താ? 0.48 കിട്ടും. പിന്നെ 0.0064. അപ്പോൾ ഇതൊക്കെ ടോട്ടൽ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 12 ഏതാണ്ട് ഒരു 5 എന്ന് കിട്ടും. 12.5 ആണ് നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടത്. ക്ലിയർ? എ ടേക്സ് എ ഫിക്സ്ഡ് എമൗണ്ട് ഫ്രം എ ബാങ്ക് ആൻഡ് റേറ്റ് ഓഫ് ഇത്. അപ്പൊ എത്രയാണ് ഹി പെയ്ഡ്? ടോട്ടൽ എമൗണ്ട് ഇതാ ഇത്രയാണ് പേ ചെയ്തത്. അതായത് ഇൻട്രസ്റ്റിന് മാത്രം എത്രയാണ്? 12.5%. നമ്മൾ അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇയാൾ പേ ചെയ്യേണ്ട ഇൻട്രസ്റ്റ് എത്രയാണ്? 12.5. അതായത് ടോട്ടൽ ഇയാൾ ഒരു എമൗണ്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് 1.5 വർഷം കഴിയുമ്പോൾ ഇയാൾ 12.5% കൂടെ എന്താ ഇൻട്രസ്റ്റ് അടക്കണം. അപ്പോൾ നമുക്ക് അറിയാം 12.5% എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. എന്താണ്? 1/8 ആണെന്ന് അറിയാം. അപ്പൊ ഇത് മീൻ ചെയ്യുന്ന എന്താ? 8 ഇയാൾ ആദ്യം എടുത്തതെങ്കിൽ 8ഉം അതിന്റെ ഇൻട്രസ്റ്റും കൂട്ടിയിട്ട് 9 ഇയാൾ പേ ചെയ്യണം. ക്ലിയർ? അപ്പൊ ഈ 9 എന്ന് പറയുന്നത് എത്രയാണ്? 9 എന്ന് പറയുന്നതാണ് ഈ 9 എന്ന് പറയുന്നത് യൂണിറ്റ് ആണ്. 9 യൂണിറ്റ് എന്ന് പറയുന്നതാണ് എന്താ? 1,96,851. അങ്ങനെയാണെങ്കിൽ 8 ഇതാണ് അയാൾ പ്രിൻസിപ്പൽ. ഇതാണ് ടോട്ടൽ എമൗണ്ട് അയാൾ പേ ചെയ്തത്. ക്ലിയർ? അപ്പോൾ പ്രിൻസിപ്പൽ കണ്ടുപിടിക്കാൻ എന്താ? ഇനി 8 നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. 1,96,851 ഡിവൈഡ് ബൈ 9 × 8 ചെയ്താൽ നമുക്ക് എന്താ? ഫൈനൽ വാല്യൂ കിട്ടും. അപ്പൊ ഇതെങ്ങനെയാ കട്ട് ചെയ്യാലോ? ഇത് കട്ട് ചെയ്താൽ സിമ്പിളായി ചെയ്യാം. കട്ട് 2 കിട്ടും. 18 റിമൈൻഡർ 16 കിട്ടും. സോ 1 വീണ്ടും പോയാൽ 8, 7, 2 അല്ലേ? 2 കിട്ടും. സോ പോയിന്റ് സംതിങ് കിട്ടും. അപ്പൊ ഇത്രയും മാത്രം നമ്മൾ ചെയ്താൽ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 6,7,9,4,7,1. ക്ലിയർ? ഇത്രയാണെന്ന് കിട്ടും. പോയിന്റ് സംതിങ് കിട്ടും. നമ്മൾ പോയിന്റ് എടുക്കാത്തതുകൊണ്ട്. അപ്പോൾ 1,75,000 അടുത്ത് കിട്ടും. സോ ഓപ്ഷൻ എന്താ? ബി ആണ് കറക്റ്റ് കിട്ടുക. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സം ഓഫ് എത്രയാണ്? 12,000 ആണത്. 12,000 ഡിപ്പോസിറ്റ് അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബിക്കം ഡബിൾ അറ്റ് എൻഡ് ഓഫ് 5 ഇയേഴ്സ്. അടുത്ത എൻഡ് ഓഫ് 15 ഇയേഴ്സ് സം വിൽ ബി. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം പഠിച്ചു വെക്കണം. എന്താണ്? n ഇയേഴ്സ് കൊണ്ട് ഡബിൾ ആയാൽ 2n ഇയേഴ്സ് കൊണ്ട് എന്താവും? 4 ടൈംസ് ആവും ഇതിന്റെ ഡബിൾ. ഇനി 3n ഇയേഴ്സ് കൊണ്ട് എന്താവും? ഇതിന്റെ ഡബിൾ ആവും, 8 ടൈംസ് ആവും. അങ്ങനെ പോകും. ക്ലിയർ? അപ്പൊ ഇവിടെ പറഞ്ഞെന്താ? 5 വർഷം കൊണ്ട് 5 ഇയേഴ്സ് കൊണ്ട് എന്താന്ന് പറഞ്ഞു? ഡബിൾ ആവും എന്ന് പറഞ്ഞു. 5 ഇയേഴ്സ് കൊണ്ട് ഡബിൾ. ഇനിയോ? അപ്പൊ 15 ഇയേഴ്സ് കൊണ്ട്, അതായത് 5 ഇയേഴ്സ് കൊണ്ട് ഡബിൾ, പിന്നെ 2n ആകുമ്പോൾ 10 ഇയേഴ്സ് കൊണ്ട് 4 ടൈംസ്, 15 ഇയേഴ്സ് കൊണ്ട് 8 ടൈംസ്. ആദ്യമുള്ള വാല്യൂവിന്റെ 8 ടൈംസ് ആവും. ആദ്യം എത്രയാണുള്ളത്? 12,000 ആണുള്ളത്. അതിന്റെ 8 ടൈംസ് ആവും 15 വർഷം കൊണ്ട്. അപ്പൊ ഈ കാര്യം നിങ്ങൾ പഠിച്ചു വെക്കണം. ഒരുപാട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ കാര്യം പഠിച്ചു വെക്കാം. അപ്പോൾ 15 വർഷം കൊണ്ട് എത്രയാ? 8 ടൈംസ് ആവും. സോ 12,000 × 8 എത്ര കിട്ടും? 12,000 × 8 ചെയ്താൽ നമുക്ക് 9, അതായത് 12 × 8 ചെയ്താൽ അങ്ങനെയാ? 12 × 8 നമുക്ക് എങ്ങനെ പെട്ടെന്ന് ചെയ്യാം? 12 × 8 അതായത് 10 × 8 80, 2 × 8 16. സോ 96,000 എന്ന് കിട്ടും. 96,000 ആണ് നമ്മുടെ ആൻസർ കിട്ടുക. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, എ മാൻ ഡിപ്പോസിറ്റ് 500
അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ഇയേഴ്സ് ഫോർ 2 years at 10% per annum compound annually. Find the maturity amount at the end of 2 years. അതായത് ഒരാൾ 500 രൂപ എല്ലാ വർഷവും ഇൻവെസ്റ്റ് ചെയ്യും. ക്ലിയർ? എത്രയാ? 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തിന്റെ ലാസ്റ്റ് എത്ര കിട്ടുന്നതാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കിയാൽ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയേഴ്സ് എന്താ? ഫസ്റ്റ് ഇയർ. എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ ഇയാൾക്ക് എത്ര കിട്ടും? ആദ്യം 500 രൂപയാണ്, അതിന്റെ 10% കൂട്ടിയിട്ടാണ് എന്താ ഫസ്റ്റ് ഇയറിൽ ലാസ്റ്റ് കിട്ടുക. എത്ര ഉണ്ടാവും? 500ന്റെ 10% 50. സോ 550 രൂപയാണ് ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞിട്ട് അയാളെ കയ്യിലുണ്ടാവുക. രണ്ടാമത്തെ വർഷം അതായത് പ്രിൻസിപ്പിൾ ഓഫ് രണ്ടാമത്തെ വർഷം, സെക്കൻഡ് ഇയർ. രണ്ടാമത്തെ വർഷം ഇയാളെ കയ്യിൽ ഇപ്പൊ എത്രയുണ്ട്? 550 ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഒരു 500 കൂടെ ഇയാൾ കയ്യിൽ നിട്ടു. എല്ലാ വർഷവും 500 ഡിപ്പോസിറ്റ് ചെയ്യുന്ന പറഞ്ഞത്. സോ ടോട്ടല് രണ്ടാമത്തെ വർഷം ആദ്യം ആകുമ്പോൾ ഇയാളെ കയ്യിൽ എത്രയാ? 1050 രൂപയുണ്ട്. ഇതാണ് ഇയാളെ കയ്യിൽ രണ്ടാമത്തെ വർഷം സ്റ്റാർട്ടിങ്ങിലുള്ളത്. ഇതിന്റെ എത്രയാ? 10% ഇൻട്രസ്റ്റ് വീണ്ടും എന്ത് കിട്ടും? ആ വർഷം ലാസ്റ്റ് കിട്ടും. സോ ഇതിന്റെ 10% എത്രയാണ്? നമ്മൾ ഇവിടുന്ന് ഒരു ബാർ ഇടുക. 105 ഇതിന്റെ 10%. സോ 5511. സോ 1155 ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എവിടെയാണ്? 1000. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? അപ്പോ എന്താ? ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താ? 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ 200 was invested for 2 years on 10% compound interest per year. If the rate of interest had been 20%, then how much more would be investor has received as interest for the second period? So ഇവിടെ പറഞ്ഞ എന്താണ്? ആദ്യം 200 was invested for 2 years on 10% compound. അപ്പോൾ 10% ആണ് ഇട്ടുള്ളത്. അപ്പോൾ 2 വർഷത്തേക്ക് എത്ര കിട്ടും? എത്ര പെർസെൻറ്റേജ് കിട്ടും? ആദ്യം 10%, ഈ 10ന്റെ 10 1. സോ ടോട്ടൽ 21% ആണ് നമുക്ക് 2 വർഷം കൊണ്ട് കിട്ടുക. ഇനി അതല്ല, ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹാഡ് ബീൻ 20%. അപ്പോൾ ആദ്യം 10% ആയിരുന്നു, പിന്നെ 20% ആയാൽ, അപ്പോൾ 20% ആയാൽ 2 വർഷത്തേക്ക് എത്ര കിട്ടും? 20%, ഇപ്പോൾ 20%, പിന്നെ ഈ 20ന്റെ 20%. 20ന്റെ 10 2 24 ആണ്. സോ 44% ആണ് നമുക്ക് ഇവിടെ ഇൻട്രസ്റ്റ് കിട്ടുക. ദെൻ ഹൗ മച്ച് മോർ വുഡ് ബി ഇൻവെസ്റ്റർ ഹാവ് റിസീവ്ഡ് ആസ് ആൻ ഇൻട്രസ്റ്റ്? അപ്പോൾ ഇവിടുന്ന് എത്രയാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ലഭിക്കാം? അതായത് ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് എന്ന് പറയുന്നത് 44 - 21, 23% ഡിഫറൻസ് വന്നത്. ക്ലിയർ? 20% ആയാൽ, ഇൻട്രസ്റ്റ് 20% ആയാൽ ടോട്ടൽ 23% ഡിഫറൻസ് വന്നു. സോ എന്താ? ഇതിന്റെ 200ന്റെ 23% കണ്ടാൽ മതി. 200 × 23%. അതെങ്ങനെ പെട്ടെന്ന് കാണാം? 200ന്റെ 20% എത്രയാണ്? 40 അല്ലേ? 1% എന്ന് പറഞ്ഞാൽ 2 ആണ്, 3% 6 ആണ്. സോ 46 ആണ് ആൻസർ കിട്ടുക. 46. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓപ്ഷൻ എ കറക്റ്റ്. അടുത്തത് ഹരി ഇൻവെസ്റ്റഡ് 100 ഫോർ എത്രയാ? 3 years. അപ്പോൾ 100 രൂപ 3 yearsന് ഇൻവെസ്റ്റ് ചെയ്തു അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 11.03%. ഹൗ മച്ച് ഷുഡ് ടിപ്പു ഇൻവെസ്റ്റ് ടു ഗെറ്റ് ദ സെയിം എമൗണ്ട് ആഫ്റ്റർ 3 years ബട്ട് അറ്റ് റേറ്റ് ഓഫ് 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? അപ്പോൾ ടിപ്പുവിന് എന്താണ്? ഹൗ മച്ച് ഷുഡ് ടിപ്പു ഇൻവെസ്റ്റ്? ടിപ്പു എത്ര ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എത്രയാ? സെയിം എമൗണ്ട് കിട്ടണം, പക്ഷേ എത്രയാണ്? 10% ഇൻട്രസ്റ്റ് ആണ്. 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 3 years ആണ്. ക്ലിയർ? അപ്പോൾ സെയിം എമൗണ്ട് ഇൻട്രസ്റ്റ് ആയി കിട്ടണം. സോ ഹരിക്ക് എത്രയാണ് കിട്ടിയത്? ഹരി ഇൻവെസ്റ്റ് ചെയ്തത് 100 രൂപയാണ്. എത്രയാണ്? 3 yearsനാണ്. 3 വർഷത്തേക്ക് എത്രയാണ്? സിമ്പിൾ ഇൻട്രസ്റ്റിൽ 3 വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൽ 11.03. ഒരു വർഷം 11.03% ആണ്. അങ്ങനെയാണ് 3 വർഷം എത്രയാ? ഇൻറ്റു 3 ചെയ്താൽ മതി. സോ ഹരിക്ക് ടോട്ടൽ എത്രയാണ്? 33.09% ആണ് കിട്ടുക. ഡിവൈഡ് ബൈ 100 ഇട്ടാൽ പെർസെൻറ്റേജ് ആയി. അപ്പൊ ഇത്രയാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് ലഭിക്കുക ഹരിക്ക്. അങ്ങനെയാണെങ്കിൽ ടിപ്പുവിന് എത്രയാ? ടിപ്പു എത്ര ഇൻവെസ്റ്റ് ചെയ്യും? അതറിയില്ല, അത് എക്സ് ഒന്ന് കൊടുക്കുക. ഇൻറ്റു ടിപ്പുവിന് ലാസ്റ്റ് എത്ര ഫൈനൽ കിട്ടുക?
3 വർഷത്തേക്ക് 10% ആണ്. അതായത് ഓരോ വർഷം കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഓരോ വർഷം, അതായത് ഫസ്റ്റ് വർഷം 10, സെക്കൻഡ് 10, 10. ഇതിന്റെ 10% 1. ഇവിടെ ആകുമ്പോൾ ആദ്യത്തെ 10% 1, രണ്ടാമത്തെ 10% 1, പിന്നെ ഇതിന്റെ 10% 0.1. ടോട്ടൽ എല്ലാം കൂട്ടുമ്പോൾ 33.1 കിട്ടും. ടോട്ടൽ എന്താ 10% 3 വർഷത്തേക്ക് വെച്ചാൽ 33.1% ഇൻട്രസ്റ്റ് കിട്ടുക. 33.1. സോ ഡിവൈഡ് ബൈ 100 ഇട്ടാൽ ഇങ്ങനെ കിട്ടും. ക്ലിയർ? എത്രയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയി കിട്ടുക. ഇനി എന്താ, ഇതും ക്യാൻസൽ ചെയ്യാം. നമ്മളിവിടെ നോക്കിയാൽ ഇത് 33.09, 33.1 ഏതാണ്ട് സെയിം ആണ്. സോ അത് ക്യാൻസൽ ചെയ്യാം. സോ അപ്രോക്സിമേറ്റ്ലി എന്താ, എക്സിന് 100 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. എക്സ് 100 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ രണ്ടാൾക്കും കിട്ടുന്ന ഇൻട്രസ്റ്റ് സെയിം ആയിരിക്കും. ക്ലിയർ? ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ സം ഓഫ് മണി ഇൻവെസ്റ്റഡ് അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഡബിൾസ്. നമ്മൾ നേരത്തെ ചെയ്തതാണ്. എത്രയാ? n years കൊണ്ട് ഡബിൾ ആയാൽ 2n years കൊണ്ട് 4 ടൈംസ് ആവും. അപ്പൊ ഇവിടെ ചോദിച്ചേ എ സം ഓഫ് മണി ഇൻവെസ്റ്റഡ് അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഡബിൾസ് ഇറ്റ് സെൽഫ് ഇൻ 12 വർഷം. അപ്പൊ എന്ന് പറയുന്നത് 12 വർഷം കൊണ്ട് ഡബിൾ ആയി. ഹൗ മെനി ഇയേഴ്സ് വിൽ ഇറ്റ് ബിക്കം 4 ടൈംസ് അറ്റ് ദ സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? അതായത് ഡബിൾ ആയി 4 ടൈംസ് ആവണമെങ്കിൽ 2n എന്ന് പറയുന്നത് 2 × 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 24. ഓപ്ഷൻ ഏതാണ്? ബി ആണ് കറക്റ്റ്. ക്ലിയർ? ഇതാണ് നമ്മുടെ എന്താ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പൊ ഇനി ഒരു കാര്യം കൂടെ പഠിക്കണം. നമ്മൾ ക്വസ്റ്റ്യനിലില്ല, എന്നാലും നമ്മൾ എന്താ ഒരു എക്സ്ട്രാ ഒരു കാര്യം കൂടെ പഠിക്കാം. അതായത് ഇൻസ്റ്റാൾമെന്റ്. എ സം ഓഫ് എത്രയാണ്? ₹2100 ഈസ് ടു ബി പെയ്ഡ് ബാക്ക് ടു ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ്. How much is in each installment if the interest is compound annually at a rate of 10% per annum? അതായത് നമ്മൾ എങ്ങനെയാ EMI ഒക്കെ എടുക്കില്ലേ, എന്താ ഓരോ മാസം അല്ലെങ്കിൽ ഓരോ വർഷം ഇവിടെ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആണ്. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ പേ ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. സോ അപ്പോൾ ഇൻസ്റ്റാൾമെന്റ് എത്രയാണെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യണം. അതായത് 2100 രൂപ അയാൾ ലോൺ എടുത്തു. എന്താണ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10% ഇൻട്രസ്റ്റ്. ക്ലിയർ? അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ 10% നമുക്ക് മാറ്റി എഴുതാം. എന്താ 10% എന്ന് പറഞ്ഞാൽ 1/10 ആണ്. അതായത് നമ്മൾ 10 രൂപ വാങ്ങിയാൽ നമ്മൾ ആദ്യത്തെ വർഷം എത്ര പേ ചെയ്യണം? ഇതിന്റെ 10% 11 രൂപ പേ ചെയ്യണം. 10 രൂപ വാങ്ങിയാൽ 11 രൂപയാണ് പേ ചെയ്യേണ്ടത്. ഇനി നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എടുക്കുമ്പോൾ ഇതിന്റെ സ്ക്വയർ എടുത്താൽ ഇത് ഫസ്റ്റ് ഇയർ ആണ്. സെക്കൻഡ് ഇയർ കിട്ടണമെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ സ്ക്വയർ എടുക്കാം. 10 സ്ക്വയർ 100 കിട്ടി. ഇതിന്റെ സ്ക്വയർ 121. ഇത് മീൻ ചെയ്യുന്നത് നമ്മൾ ഇനിഷ്യലി നമ്മൾ ആദ്യം 100 രൂപയാണ് എടുത്തതെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് 121 രൂപ അടക്കണം. 21 രൂപ എക്സ്ട്രാ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇതാണ് പറയുന്നത്. ക്ലിയർ? അപ്പൊ നമ്മൾ ഇൻസ്റ്റാൾമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇതാണ് എന്താ സെക്കൻഡ് എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട്. അപ്പൊ ഈ രണ്ട് വാല്യൂ നമ്മൾ ഈക്വൽ ആക്കുക. ഇവിടുത്തെ രണ്ട് വാല്യൂ ഈക്വൽ ആക്കുക. ഇവിടുത്തെ രണ്ട് വാല്യൂ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ × 11 ചെയ്താൽ 121 ആവുമല്ലോ. അപ്പൊ ഇവിടെയും × 11 ചെയ്യാം. ക്ലിയർ? അപ്പൊ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 110 കിട്ടും. ഇവിടെ 121 കിട്ടും. ഇപ്പൊ ഈ രണ്ട് വാല്യൂ ഈക്വൽ ആയില്ലേ? അപ്പോൾ ഇതാണ് ഇൻസ്റ്റാൾമെന്റ് ഇതാണ്. സോ ഇവിടെ കൂട്ടിയാൽ ടോട്ടൽ കൂട്ടിയാൽ എത്ര കിട്ടും? നമുക്ക് 210 ആണെന്ന് കിട്ടും. ഇവിടെ ടോട്ടൽ കൂട്ടിയാൽ നമുക്ക് എത്രയാ? 242 ആണ്. അപ്പോൾ നമ്മൾ 210 രൂപ നമ്മൾ എടുത്താൽ 242 രൂപ നമ്മൾ പേ ചെയ്യണം. 210 രൂപയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ 242 രൂപ പേ ചെയ്യണം. ഓരോ വർഷവും നമ്മൾ എത്രയാണ്? 121 വീതം പേ ചെയ്യും. 121 വീതം പേ ചെയ്യും. ഇവിടെ പറഞ്ഞത് നമ്മൾ എടുത്തത് എത്രയാണ്? 2100. അപ്പോൾ അതാണ് നമ്മളിവിടെ 210 എന്ന് പറയുന്നത് 2100 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ഇൻസ്റ്റാൾമെന്റ് ഫൈൻ ചെയ്യേണ്ടത്? 121 ആണ് നമ്മൾ ഫൈൻ ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ 210 എന്ന് പറയുന്നത് 2100 ആണ്. അങ്ങനെയാണെങ്കിൽ 121 എന്ന് പറയുന്നത് എന്താണ്? 2100 ഡിവൈഡ് ബൈ 210 × 121. അപ്പോൾ ഇതും ക്യാൻസലായി. സോറി, എന്താ ഇതും ക്യാൻസലായി. 10 കിട്ടി. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1210 ആണ്. നമ്മൾ 1210 രൂപ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടക്കണം. ഈ വർഷം അടക്കണം, അടുത്ത വർഷം അടക്കണം. ക്ലിയർ? അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 1210. അതായത് ഇവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ
ആദ്യം നമ്മൾ എന്താ ഇവിടെ നോക്കിയാൽ 110 121 പിന്നെ 100 121. അതായത് ആദ്യം 110 ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതിന്റെ ഇൻട്രസ്റ്റ് അടച്ചു, കുറച്ച് എമൗണ്ട് മറ്റേതും അടച്ചു, ഇൻട്രസ്റ്റ് അടച്ചു, കുറച്ച് ഈ എമൗണ്ടും അടച്ചു, ബാക്കി 100 രൂപയുണ്ട്. അപ്പൊ വീണ്ടും അതിന്റെ ഇൻട്രസ്റ്റും കൂടെ അടച്ചു. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ്, ഇതാ ഇവിടെ രണ്ട് ഈക്വൽ ആക്കിയാൽ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എന്താ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മുടെ എന്താ 3 ടോപ്പിക് കഴിഞ്ഞിട്ടുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പിന്നെന്താ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പൊ അടുത്ത ടോപ്പിക്കായി നമുക്ക് അടുത്ത ക്ലാസ് കാണാം.